നമ്മൾ ഏതൊരു പൊസിഷനിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്, നമ്മുടെ വരുമാന മേഖല എന്താണെന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള പല സ്റ്റഡികളിലും പറയുന്ന 4 കാറ്റഗറി വിഭാഗം, അതിലെവിടെയാണ് നമ്മുടെ സ്ഥാനമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എംപ്ലോയി അഥവാ സെൽഫ് എംപ്ലോയി, ഈ 2 കാറ്റഗറിയിലാണ്. ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിലുള്ള 95% വ്യക്തികളും ഈ പറയുന്ന ആദ്യത്തെ 2 കാറ്റഗറിയിലാണ്. ഒന്നുകിൽ നമ്മളൊരു എംപ്ലോയി ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് എംപ്ലോയി ആയിരിക്കും. ഒരുപാട് പരിമിതികളുള്ള 2 വിഭാഗക്കാരാണ്. കാരണം ഒരു സർവേയിൽ പറയുന്നത് ലോകത്തിലുള്ള സമ്പത്തിന്റെ 5% മാത്രമാണ് ഇവരുടെ കൈകളിലുള്ളത്. 95% വരുന്ന എംപ്ലോയീസിന്റെയും സെൽഫ് എംപ്ലോയീസിന്റെയും കയ്യിലുള്ളത് ലോക സമ്പത്തിന്റെ 95%, 5 വിഭാഗം ആൾക്കാരുടെ കയ്യിലാണ്. അതാരാണ് ആ 5 വിഭാഗം? 5%, 95% ഹോൾഡ് ചെയ്യുന്ന 5% ആൾക്കാരെന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അഥവാ ബിഗ് ബിസിനസ് ഓണേഴ്സ്. എന്താണ് ഇവരെ സംബന്ധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ 2 കാറ്റഗറിയിലേക്കും നമുക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം നമ്മളുടെ നിലവിലുള്ള മൂലധനം ഒരു പ്രധാന ഘടകമാണ്. ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ, വലിയൊരു ബിസിനസ്സുകാരനാവണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികം വേണം. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് വേണം, നല്ലൊരു ടീം വർക്ക് വേണം. പക്ഷെ അതുകൊണ്ട് തന്നെ ആരും തന്നെ ഒരു ബിസിനസ്സുകാരനാവാൻ ചിന്തിക്കുന്നില്ല, അതല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല. കാരണം അവിടെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പണം അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവരെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ പണം പണിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരിക്കും. നേരത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് എൻജോയ് ചെയ്യാം. ഇഷ്ടംപോലെ സമയം, ഇഷ്ടംപോലെ പൈസ, ലോകത്തിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളെ സംബന്ധിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ ഈ പറയുന്ന പരിമിതികളെ, മൂലധനം, സമയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, ബിസിനസ് എക്സ്പീരിയൻസിലുള്ള കുറവ്, ഇതൊന്നും തന്നെ നമുക്ക് അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആ നിൽക്കുന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തില് വളരെ അധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇതിനൊരു മാറ്റം വരാൻ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ലോകത്തിൽ ഇന്ന് വേൾഡിൽ ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്താണ് ആ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ രംഗത്ത് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഡെവലപ്മെന്റ് വന്നിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് 1 ചൈന, 2 അമേരിക്ക. എന്നാൽ കൊറിയ, ജർമ്മനി, ജപ്പാൻ എന്നീ ചെറിയ രാജ്യങ്ങൾ പോലും ഇന്ത്യയെക്കാൾ ഒത്തിരി മുന്നിലാണ് ഈ ഒരു മാർക്കറ്റിംഗ് രംഗത്ത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള അല്ലെങ്കിൽ പോപ്പുലേഷന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യ നിലവിൽ 15ാം റാങ്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഈ ബിസിനസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്, പീപ്പിൾസ്. എന്നാൽ ലോകത്തിലെ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ഈ മാർക്കറ്റിംഗ് രംഗത്ത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് 15ാം സ്ഥാനത്താണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന 1, 2, 3 കൊല്ലം കൊണ്ട് ലോകത്തിൽ വരാൻ പോകുന്ന ഈ ഇൻഡസ്ട്രിയില് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആവേശഭരിതരാണ്. ഓക്കെ,
ഇന്ന് ലോകത്തെ ഏറ്റവും അധികം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. ചൈന, അമേരിക്ക ഉൾപ്പെടെ സമ്പന്ന രാജ്യങ്ങളിലെ ഒത്തിരി വ്യക്തികളുടെ അല്ലെങ്കിൽ ആ സമ്പദ്ഘടനയ്ക്ക് തന്നെ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ ലോകത്തെ ഓൾ ഓവർ വേൾഡ് 74% സ്ത്രീകളാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് 26% വ്യക്തികളാണ്, അല്ലെങ്കിൽ 26% പുരുഷന്മാരുടെ ഈ രംഗത്തുള്ള റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ലോകമെമ്പാടുമുള്ള സർവേകളിൽ പറയുന്നത് സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സാധ്യതയുടെ ഒരു പഠനമാണ് ഈ സ്ലൈഡിലൂടെ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചു, ലോകത്തെ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള രണ്ടാമത്തെ രാജ്യം അല്ലെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് 15ാം സ്ഥാനത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 130 കോടിയിൽ പരം ജനങ്ങളുള്ള നമുക്ക്, നമ്മളെക്കാട്ടിലും ചെറിയ പോപ്പുലേഷനുള്ള ചെറിയ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ, ജപ്പാൻ പോലും ഇന്ന് നമ്മളെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ, ഇത്രയും പോപ്പുലേഷനുള്ള അല്ലെങ്കിൽ ഇത്രയും റോ മെറ്റീരിയൽസ് ഉള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന്റെ ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസിന്റെ ഇനി വരാൻ പോകുന്ന 3-4 വർഷത്തിൽ നടക്കുന്ന ആ ഒരു ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് 16,000 കോടി രൂപയുടെ ഉദ്ദേശം ടേൺ ഓവർ മാത്രമാണ് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് നടക്കുന്നത്. എന്നാൽ ഒരു 4 വർഷം, ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് ഉദ്ദേശം 64,500 കോടി രൂപയുടെ ഉദ്ദേശം 2025 ആവുമ്പോഴേക്ക് ഫിക്കിയുടെയും അതുപോലുള്ള ഈ ബിസിനസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന പല സംഘടനകളും പറയുന്നത് 64,500 കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് ഈ ഇൻഡസ്ട്രി എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സംസാരിക്കുമ്പോൾ പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇനി വരുന്ന 3-4 വർഷം കൊണ്ട് ഒരു 3 to 4 times ഗ്രോത്ത് ആണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇനി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈ ബിസിനസിന്റെ ഗ്രോത്ത് ഈ ഒരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും, ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പോകുന്ന ഓരോരുത്തർക്കും അവരുടെ ഇന്നത്തെ പ്രവർത്തന മേഖല ഏതായാലും ഒരു അച്ചീവ്മെന്റ് ആണ്, അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് ആണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നമുക്ക് വരുത്താൻ സാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അവസരം തരുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മള് വേൾഡിലുള്ള ഈ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളെ കുറിച്ചും നമ്മൾ സ്റ്റഡി ചെയ്തു. ഇന്ത്യയിലെ സാധ്യതയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. ഇനി വരാൻ പോകുന്ന 4-5 വർഷത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു ഗ്രോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബൂമിംഗ് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇനി ഒരു കമ്പനി, ഈ ഇൻഡസ്ട്രിയിലെ ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമുക്ക് സക്സസ് ആവാൻ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാൻ പോകുന്നു, നമ്മൾ അതിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി പരമപ്രധാനമായി ആ കമ്പനി നിലനിൽക്കുന്നതായിരിക്കണം. ആ കമ്പനിയുടെ പ്രോഡക്റ്റുകളും സർവീസുകളും അതിന്റെ പ്ലാനും എല്ലാം നമ്മൾ കൃത്യമായി സ്റ്റഡി ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പ്രൊഫൈലാണ്. കാരണം നല്ലൊരു പ്രൊഫൈലുള്ള കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ കമ്പനിയുടെ ഗ്രോത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി, ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ബന്ധങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ക്രെഡിബിലിറ്റി ഉള്ള നല്ലൊരു പ്രൊഫൈലുള്ള കമ്പനി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കമ്പനിയുടെ ഫൊഹോവെ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ
ടോട്ടൽ ഈ കമ്പനി വേൾഡിൽ എത്രത്തോളം ഡെവലപ്ഡ് ആണ്, എത്ര രാജ്യങ്ങൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ കമ്പനിയുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനും അതോടൊപ്പം ഈ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള സെഷനുകളാണ് ഇനി 1 by 1 ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ആദ്യമായി ക്ഷണിക്കുന്നത് ഈ കമ്പനിയുടെ പ്രൊഫൈൽ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബിസിനസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ് മിസ്റ്റർ അനീഷ് സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു കമ്പനിയുടെ പ്രൊഫൈൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി. വെൽക്കം സാർ. Thank you, sir. Respected top leader Joshi sir from Bangalore, great leader Sarath Kumar sir, Kasaragod, Explore Business Group, executive, family members, new members, good evening. താങ്ക് യു. ജെ പി സാർ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അനീസ്, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ സ്വദേശി. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊഫൈൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. 3 പില്ലേഴ്സിലാണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വരുന്നത്. അതിലെ ഒന്നാമത്തെ പില്ലറാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏത് രംഗത്തും അഡ്രസ് നന്നായി കഴിഞ്ഞാൽ അവിടെ എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റും കിട്ടുമെന്ന് നമുക്കറിയാം. ഹോവേ കമ്പനി ഗ്രൂപ്പ് 2007 ഫെബ്രുവരി റഷ്യയിൽ മോസ്കോയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹൈടെക് ബയോടെക്നോളജി മൾട്ടിനാഷണൽ ഗ്രൂപ്പ് റിസർച്ച്, പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് സർവീസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ്, വേൾഡ് നമ്പർ 1 ബിസിനസ് ആയ MLM, അതായത് ഡയറക്ട് മാർക്കറ്റിംഗ് 2015 തുടക്കം കുറിച്ചു. ഇപ്പോൾ 90-ലധികം രാജ്യങ്ങളിൽ ഹോവയുടെ പ്രവർത്തനം വളരെ ശക്തമായി ആരംഭിച്ചിട്ടുണ്ട്. 2020 ജൂലൈ ഡൽഹിയിൽ ആസ്ഥാനമായി ഹെഡ് ഓഫീസ് ചെയ്യുന്നു. മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷദ് വർദ്ധൻ സാർ മേക്കിംഗ് ഇന്ത്യ എന്ന പ്രൊജക്ടിലൂടെ ഇന്ത്യയിൽ ഫൊഹോവയ്ക്ക് തുടക്കം കുറിച്ചു. ഫൊഹോവയുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കമ്പനി ചെയർമാൻ ഹാൻ ജിമിങ്, അതുപോലെ തന്നെ കമ്പനിയുടെ കോപ്പറേറ്റീവ് ഡയറക്ടർ ആൻഡ് പ്രസിഡന്റ് കെവിൻ ഹോം, കമ്പനി കൺട്രി ഓപ്പറേഷൻ ഹെഡ് രാകേഷ് ശർമ്മ സാർ തുടങ്ങിയ ആളുകളാണ് നമ്മുടെ കമ്പനിയെ നയിക്കുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനിക്ക് R&D ഡിവിഷൻ ഉണ്ട്. നമുക്കറിയാം, ഒരു കമ്പനിയുടെ R&D ഡിവിഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പ്രൊഫൈലിനെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. 1800-ലധികം പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഡോർ തുറക്കുന്നത് കൊണ്ട് ഏകദേശം 11ഓളം പ്രൊഡക്റ്റുകളാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പുതിയ പ്രൊഡക്റ്റുകൾ ആരംഭിക്കും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്പനി റിസർച്ച് ഡെവലപ്മെന്റ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രാജ്യത്തിന്റെ കാലാവസ്ഥ, ആളുകളുടെ അഭിരുചി, ജീവിത രീതി അനുസരിച്ച് ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ പല രാജ്യങ്ങൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. റിസർച്ചിന് പുറമെ തന്നെ ഫൊഹോവെ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, താജിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ടെക്നോളജി, താജിൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഈ യൂണിവേഴ്സിറ്റിയും റിസർവ് സെന്റും
ഒരുമിച്ചിരുന്നാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും രംഗത്തിറക്കുന്നത്. ഓക്കെ, ലീഗൽ ആയി നമ്മുടെ കമ്പനിയെ പരിശോധിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ മുഴുവൻ രജിസ്ട്രേഷൻ പാലിച്ചുകൊണ്ട് നമ്മുടെ കമ്പനി വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചാരിറ്റി രംഗത്തും നമ്മളെ കമ്പനി നല്ല രീതിയിലുള്ള കൈവെപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായി കൊറോണ സമയത്ത് $4 ലക്ഷം ചാരിറ്റി പ്രവർത്തനമാണ് ഫൊഹോവെ കമ്പനി രംഗത്ത് വന്നിട്ടുള്ളത്, പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ അച്ചീവേഴ്സിനുള്ള റെക്കഗ്നേഷൻ, ടോപ്പ് ലീഡേഴ്സിനുള്ള റെക്കഗ്നേഷൻ എല്ലാം നമ്മളെ കമ്പനി വളരെ നല്ല രീതിയിലാണ് ഡെവലപ്മെന്റ് ചെയ്തു പോകുന്നത്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിൽ ജസ്വള സൗത്ത് വെസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീറ്റിംഗ് ഹാൾ, ഡെമോ സംവിധാനങ്ങൾ, ട്രെയിനിങ് സെക്ഷൻ, എൻക്വയറി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവിടെ ചെല്ലാനും സന്ദർശിക്കാനും അവസരം നമ്മളെ കമ്പനി ഒരുക്കുന്നുണ്ട്. വളരെ സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രൊഫൈലാണ് നമ്മുടെ കമ്പനി കിട്ടിയത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ആണ്. അതിൽ ഏറ്റവും നമ്പർ 1 ആണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്ക് 100% നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ നമ്മളെ കയ്യിൽ കിട്ടി. നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു അനീസ് സർ, താങ്ക് യു. നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ വളരെ വിശദമായി അനീസ് സാർ പ്രതിപാദിച്ചു. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കമ്പനി ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഏകദേശം 13ഓളം ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ, കോഴിക്കോട് ഉൾപ്പെടെ ഇന്ന് നമ്മുടെ ഫൊഹോവെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിക്കുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, വിവിധ സ്ഥലങ്ങളിൽ ഗുജറാത്ത്, ഡൽഹി, ബാംഗ്ലൂരു, ഇംഫാൽ, ഹൈദരാബാദ്, സൂററ്റ്, ജയ്പൂർ, കൊൽക്കത്ത, കാലിക്കറ്റ്. പക്ഷെ ഇന്ത്യയുടെ ഒരു വിസ്തൃതി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാധ്യത വെച്ചിട്ട് ഇത്രയും ഓഫീസുകളല്ല, ഇനിയും എത്രയോ ഓഫീസുകളും അതല്ലെങ്കിൽ എത്രയോ ഫ്രാഞ്ചൈസികളും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇനിയും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്തതായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഓരോ കാലഘട്ടങ്ങളിലും ഓരോ രീതിയിലുള്ള ബിസിനസ്സുകളാണ് ട്രെൻഡായി വരുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മുടെ പരിസരത്തുള്ള ടൗണിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കോയിൻ ബൂത്തുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാമായിരുന്നു. എല്ലാ കടകളിലും ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടി കോയിൻ ബൂത്തുകൾ. പക്ഷെ ഇന്ന് നമുക്കത് കാണാനില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നു പോകുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ട്രില്യൺ ബിസിനസ് എന്ന് പറയുന്നത് വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കത് അറിയാം. ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും, അതായത് അസുഖം വരാതെ എങ്ങനെ നോക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. റൈറ്റ്? നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചറിയാം, നമ്മളുടെയൊക്കെ ജീവിത രീതിയിലെ ഭക്ഷണ രീതിയിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാം? കാരണം നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചു തുടങ്ങി. ഓരോരുത്തരും ഇന്ന് ആ ലെവലിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുള്ള പല വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് പോൾ സെയിന്റ് പിൽസർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഈ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്ന പലരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള പലരും ഇദ്ദേഹത്തിന്റെ ബുക്കുകളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ലോകത്തിലെ വെൽനെസിന്റെ സാധ്യതയെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണ്. കാരണം ഈ വെൽനെസ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഫൊഹോവെ ഇന്ത്യ. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും വെൽനെസിന്റെ സാധ്യതയാണ് നമ്മൾ ഓരോരുത്തരെയും എക്സൈറ്റഡ് ആക്കുന്നത്. കാരണം നമ്മുടെ പ്രോഡക്റ്റുകളിൽ നല്ലൊരു ശതമാനം ഈ വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ഇനിയും നമുക്ക് അടുത്തതായി റീസെന്റ് ആയിട്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന പ്രൊഡക്റ്റുകളും ആ രീതിയിലുള്ളതാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത്രയും എക്സൈറ്റഡ് ആയിക്കൊണ്ട് ഈ വെൽനസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, വേൾഡിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിൽ വരാൻ പോകുന്ന ടോട്ടൽ ഗ്രോത്തിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലവിലുള്ള പല മേഖലയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും പല ബിസിനസ്സുകളും നിൽക്കുന്ന ഇന്നത്തെ പൊസിഷൻ. അതായത് നമ്മൾ ഡ്രസ് മെറ്റീരിയലിന്റെ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് പല മേഖലകളും 5% അല്ലെങ്കിൽ 7%, 10% താഴെ നിൽക്കുന്ന സമയത്ത് ഇനി ഏറ്റവും കൂടുതൽ ഗ്രോത്തിലേക്ക് വരാൻ പോകുന്നത് 2 മേഖലകളാണ്. ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്നത് 35% ഫ്യൂച്ചറിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് വെൽനസ് ആണ്. ആ വെൽനസിലാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശരിയായ ഒരു സമയത്താണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് വെൽനസിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്, അതേപോലെ തന്നെ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ഒരു അടുത്ത സെഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. കമ്പനിയുടെ പ്രൊഫൈൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. നിസാർ പറഞ്ഞു 3 പില്ലേഴ്സ് ആണ്. നമുക്ക് നല്ലൊരു പ്രൊഫൈൽ വേണം, എന്നാലാണ് കമ്പനി ലോങ് ടേം ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയുടെ കൂടെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാം. നല്ലൊരു പ്രൊഫൈൽ വേണം. അതോടൊപ്പം നമുക്ക് വേണ്ടത് നല്ല പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. ഫ്യൂച്ചർ ബിസിനസ്സിന് ഏറ്റവും യോജിച്ച പ്രൊഡക്റ്റ് റേഞ്ച് ആണെന്ന് ഇവിടെ സംസാരിച്ചുവെങ്കിലും എന്തെല്ലാമാണ് ആ പ്രൊഡക്റ്റുകളെ, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളെ എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമാക്കി തരുന്ന ഒരു സെഷനാണ് അടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, കാരണം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഉണ്ടാവുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായി നമുക്ക് എൻറോൾ ചെയ്യാനും നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. മിസ്റ്റർ മുഹമ്മദ് റിയാസ്, എക്സ്പ്ലോറിന്റെ ഒരു ഡൈനാമിക് ലീഡറാണ്. അദ്ദേഹത്തെ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു JP sir. Dear friends, എന്നെ നല്ല രീതിയിൽ പരിചയപ്പെട്ടു. എൻ്റെ പേര് മുഹമ്മദ് റിയാസ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്ത തൂത എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. നമ്മൾ തുടർച്ചയായി 2 പ്രഗത്ഭരിൽ നിന്ന് കമ്പനിയെ കുറിച്ച് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രവിച്ച് അടുത്തതായി നമ്മൾ കമ്പനിയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കമ്പനി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അനീസാർ സൂചിപ്പിക്കുകയുണ്ടായി കമ്പനിയുടെ R&D സെക്ഷനെ കുറിച്ചും അതേപോലെ തന്നെ കമ്പനി പുറത്തിറക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൊഹോവെ കമ്പനി ഓരോ രാജ്യങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ആ രാജ്യങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1800ഓളം പ്രൊഡക്റ്റുകളുള്ള നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോ സ്റ്റാർട്ടിംഗ് പീരീഡിൽ തന്നെ ഏകദേശം 11ഓളം പ്രൊഡക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച്, ഓരോ പ്രൊഡക്റ്റുകളും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി പഠിക്കാം. തുടക്കത്തില് പറയാനുള്ളത്, നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ഓരോ ദിവസം, ഞാൻ മുമ്പത്തെ മീറ്റിംഗിൽ സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും നമുക്ക് ഓരോ സെഷനായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനുണ്ട്. അത്രക്കും വിശാലമായി തന്നെ പറയാനുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. ഇവിടെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ 11 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതില് ആദ്യം തന്നെ നമ്മൾ വെൽനസിന്റെ മഹത്വത്തെ കുറിച്ച് JP സാർ സംസാരിക്കുകയുണ്ടായി. നമ്മൾ വെൽനസിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് പവർ പ്ലസ് എന്ന് പറയുന്ന, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്.
ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം വൈറ്റാലിറ്റി, എനർജി, സ്റ്റാമിന, നമുക്കറിയാം ഒരു ആ പേര് സൂചിപ്പിച്ച പോലെ തന്നെ പവർ പ്ലസ്, ഒരു പവർ നൽകുന്ന രീതിയിലുള്ള ഒരു ഹ്യൂമൻ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള വൈറ്റാലിറ്റി, എനർജി, സ്റ്റാമിന, ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയന്റിന്റെ സ്പെസിഫിക്കേഷൻ കൊണ്ടാണ്. അത് നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് ലീഫ്, അതേപോലെ ഗുക്ഷുറ എക്സ്ട്രാക്ട്, അശ്വഗന്ധ, കൊഞ്ച് എക്സ്ട്രാക്ട് തുടങ്ങിയിട്ടുള്ള 4 ആയുർവേദ മൂലകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ആൻസൈറ്റി, സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ പുരുഷന്മാരിലെ ടെസ്റ്റിസോൺ, അതേപോലെ തന്നെ ഫെർട്ടിലിറ്റി പ്രോബ്ലം, ഫെർട്ടിലിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് കൂടിയാണ്. കാരണം അശ്വഗന്ധ, അതേപോലെ തന്നെ കൊഞ്ച് എക്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്ന വണ്ടർഫുൾ ഇൻഗ്രീഡിയന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതേപോലെ തന്നെ എനർജി ആൻഡ് എൻഡ്യൂറൻസ് തുടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ്, ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് കൊഹോവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്ലസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്, വെൽനസ് കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലിവർ കെയർ. പേര് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗൻ ആണ് ലിവർ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ അതിനൊക്കെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്ത് ശരീരത്തിന് ആവശ്യമൊന്നും ആവശ്യമില്ലാത്തതും വേർതിരിക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന ഒരു അവയവം കൂടിയാണ് ലിവർ. ഇന്ന് നമ്മുടെ പുതിയ ഭക്ഷണ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് പച്ചക്കറിയെ നമ്മൾ പാടെ അകറ്റി നിർത്തുകയും അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മളിലേക്ക് വന്നത് കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിവർ പേഷ്യന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലിവർ കെയർ എന്ന് പറയുന്നത്. ഇതില് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് മിൽക്ക് തിസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഇത് നമുക്ക് ലിവർ ഡീടോക്സിഫിക്കേഷന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അതേപോലെ തന്നെ ലോ ഹൈ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡയബറ്റിക്സിനെ പ്രിവെന്റ് ചെയ്യാനും അതിലപ്പുറം ഒരു ആന്റി ഏജിങ് എഫക്റ്റ് കൂടെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രായം എത്ര തന്നെ ആയാൽ പോലും നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിലോ ആ പ്രായം തോന്നിക്കാത്ത വിധത്തിൽ ഒരു ആന്റി ഏജിങ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അത്. ലിവർ ഹെൽത്തിന്റെ അപ്പുറം എന്ന് പലരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ശരീര സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശരീര സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലിവർ കെയർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ കാൽമാക്സ്, നമുക്ക് പേരിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാൽസ്യം ടാബ്ലറ്റ് ആണ്. 120 ടാബ്ലറ്റ് അടങ്ങുന്ന ഈ പാക്ക്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാം, കാൽസ്യം, അയൺ, സിങ്ക്, ഈസ്റ്റ്. ഈ 4 കണ്ടന്റും ഒരു ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ നെസസറി ആയിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ജനറൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന്, അതായത് പൊതു ആരോഗ്യത്തിന്, അതേപോലെ തന്നെ നമ്മുടെ അസ്ഥികളുടെയൊക്കെ സ്ട്രോങ്നെസ്സിന്, അതേപോലെ തന്നെ മൊത്തത്തിൽ ശരീരം വീക്ക്നെസ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനെ റിക്കവർ ചെയ്യാനും, അതേപോലെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള പ്രായം ചെന്ന ആളുകൾക്ക് അവരുടെ ഈ കാൽസ്യത്തിന്റെ പ്രസൻസ് വർദ്ധിപ്പിക്കാനും, അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക്, പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകൾക്കൊക്കെ, സാധാരണ സ്ത്രീകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാൽസ്യത്തിന്റെ അഭാവം കൂടുതലായിട്ട്. അപ്പൊ അത്തരം സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ അതായത് ടീനേജിലുള്ള, അതേപോലെ തന്നെ പ്രഗ്നൻസിയുള്ള മുലയൂട്ടുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കാൽമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെൽനസ് കാറ്റഗറിയിലുള്ള 3ാമത്തെ പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഒന്നിനൊന്ന് അതായത് ഏതാണ് വണ്ടർഫുൾ ഏതാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ വയ്യ എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് നമ്മുടെ പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ. അത് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോട്ടീൻ പൗഡറുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാധാരണ പ്രോട്ടീൻ പൗഡറുകളിൽ സോയാബീൻ, അതേപോലെ തന്നെ കലയ തുടങ്ങിയിട്ടുള്ള 1 or 2 ഇൻഗ്രീഡിയന്റ് മാത്രം അടങ്ങുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ 5ഓളം സ്പെഷ്യൽ ആയിട്ടുള്ള ആയുർവേദ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള, അതായത് 1ാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അമ്ലയാണ്, അതായത് നെല്ലിക്ക. നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു എല്ലാവരും മനസ്സിലാക്കിയ ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് നെല്ലിക്ക. നെല്ലിക്കയുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കാരണം വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നെല്ലിക്ക. അതുകൊണ്ട് നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്, ബ്രഹ്മി അടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മുടെ പഴയ നാട്ടുവൈദ്യങ്ങൾ. ഇന്ന് നമുക്ക് ആ ചെടി വളരെ വിരളമായിട്ട് മാത്രമാണ് നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ അരച്ചു കൊടുക്കുമായിരുന്നു, ബുദ്ധിശക്തി അതേപോലെ തന്നെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പാകത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പാകത്തക്ക രീതിയിൽ ബ്രഹ്മിയുടെ ഒരു പ്രസൻസ് ഇതിലുണ്ട്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോയാബീൻ ഉണ്ട്, കലയുണ്ട്, ക്ഷീർ എക്സ്ട്രാക്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഈ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡറും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് 1/2 കിലോന്റെ 500 ഗ്രാം വരുന്ന പാക്ക് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ വെൽനസ് കാറ്റഗറിയിൽ നിന്ന് മാറി ഇനി അടുത്തൊരു കോസ്മെറ്റിക് അല്ലെങ്കിൽ FMCG പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് നമ്മൾ ഇതുവരെ മാർക്കറ്റ് ചെയ്ത പല ആളുകളിൽ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 2 ദിവസം സോപ്പ് ഡേ ആയിട്ട് ആചരിക്കുകയുണ്ടായി. അതായത് സോപ്പ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് അതിന്റെ ബെനിഫിറ്റ് അറിഞ്ഞ ആളുകൾ അവരുടെ അനുഭവം പങ്കുവെക്കാൻ ഒരു തുറന്ന വേദി നമ്മൾ സംഘടിപ്പിച്ചു കൊടുത്തപ്പോ ഒരുപാട് ആളുകൾ വളരെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ അനുഭവങ്ങൾ, നല്ല അനുഭവം, അതായത് പ്രൊഡക്റ്റിനെ കുറിച്ച് നന്മ പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മിൽക്കി സോപ്പ് എന്ന് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ നമ്മളൊക്കെ വളരെ വലിയ സോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് സോപ്പായിട്ട് കാണാൻ ഡോ അല്ലെങ്കിൽ മറ്റു ഞാൻ പേരുകൾ പറയുന്നില്ല, അതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രേറ്റഡ് സ്കിന്നിനെ ക്ലിയർ ചെയ്യാനും, അതേപോലെ നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത്നെസ്, സിൽക്കി ഒക്കെ കിട്ടാനും, അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ഈ മുഖത്തുള്ള കറുത്ത പാടുകള്, അതേപോലത്തെ മറ്റ് പുള്ളികുത്ത്, അതായത് നമ്മുടെ മുഖത്ത് വരുന്ന സ്കിന്നിൽ വരുന്ന എല്ലാവിധ സ്കാർസുകളും അതിനൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാരാബൻ ഫ്രീ ആണ്, ക്വാളിറ്റി ഫ്രീ ആണ്, ടോക്സിൻ ഫ്രീ ആണ്, 100% വെജിൻ ആണെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. മാത്രമല്ല നമ്മളൊരു സോപ്പിന് അതിനെ അളക്കുന്നത്, അതിന്റെ ഗ്രേഡ് അളക്കുന്നതിന് TFM വെച്ചിട്ടാണ്. നമ്മുടെ ഈ മിൽക്കി സോപ്പ് എന്ന് പറയുന്നത് 76 TFM ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ആയതുകൊണ്ട് ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് നമുക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫോഹോവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കി സോപ്പ്. നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മൾ സോപ്പ് പോലെ തന്നെ വളരെ നമ്മുടെ ഡേ ടു ഡേ യൂസിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ് ടൂത്ത് ജെൽ, ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണിച്ചുള്ള പോലെ തന്നെ ഏകദേശം 15ഓളം ആയുർവേദ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്. ഇതിൽ നമുക്ക് ഗ്ലിസറിൻ, അതായത് നമ്മൾ സാധാരണ പേസ്റ്റുകളൊക്കെ ഗ്ലിസറിന്റെ അളവ് ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വായില് ആവശ്യമായിട്ടുള്ള പല ബാക്ടീരിയകളും നമ്മളൊരു ബ്രഷിങ് കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ അതിന്റെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചില പേസ്റ്റുകളൊക്കെ നമുക്ക് തേച്ച് കഴിഞ്ഞാൽ മൗത്തിന് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ഗ്യാസ്, അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് ഫ്ലേവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് നമ്മൾ പലതും മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ടൂത്ത് ജെൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ റിസൾട്ടും കിട്ടിയത് മോണപഴുപ്പ്, അതേപോലെ തന്നെ പല്ലിന്റെ പുളിപ്പ് തുടങ്ങിയിട്ടുള്ള പല്ല് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വായ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മെഡിസിൻ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ടൂത്ത് ജെൽ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഹെയർ കെയർ ആണ്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചോളം അവന്റെ മുടി എന്ന് പറയുന്ന അവരുടെ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തിന് ഏറ്റവും കൂടുതൽ ഘടകം. മാത്രമല്ല നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടെ കാണുന്ന ഒരു സംഭവം കൂടിയാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും അകാലമായിട്ടുള്ള നര, അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ വരുമ്പോ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഫോഹോവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹെർബൽ ഹെയർ കെയർ ഷാംപൂ വിത്ത് കണ്ടീഷണർ. അതായത് നമ്മൾ ഷാംപൂ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കണ്ടീഷണർ സെപ്പറേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിത് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത് ഷാംപൂ വിത്ത് കണ്ടീഷണർ ആയിട്ടാണ്. മാത്രമല്ല ഇത് GMP സർട്ടിഫൈഡ് ആണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ക്വാളിറ്റി ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, അതേപോലെ തന്നെ പാരാബൻ ഫ്രീ ആണ്, അതേപോലെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത, അതേപോലെ തന്നെ സിന്തറ്റിക് കളേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് സ്മെല്ലിനോ അല്ലെങ്കിൽ കളറിനോ യാതൊരുവിധ ആഡിങ്സും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയന്റിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഇതില് പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഒനിയൻ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. അതായത് അരിയുടെ എണ്ണ. ഇന്ന് അതായത് മുടി കൊഴിച്ചിലിന് അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഇതിനെയൊക്കെ ശക്തമായിട്ട് തടയാനും
അതേപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഹെൽത്ത് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഒനിയൻ സീഡ് ഓയിൽ. അതേപോലെ തന്നെ അലോവേറിന്റെ പ്രസൻസ് ഉണ്ട്, അമ്ലുണ്ട്, ബ്രിങ്രാജ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള 8ഓളം വളരെ പവർഫുൾ ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ഹെർബൽ ഹെയർ കെയർ ഷാംപൂ വിത്ത് കണ്ടീഷണർ. നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഫൊഹോവെ, എന്നെയൊക്കെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എക്സ്പ്ലോർ ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഫൊഹോവെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു ഘടകം നമ്മൾ ഇപ്പോ പരിചയപ്പെടാൻ പോകുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസഘട്ടമാണ് അവരുടെ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ പീരീഡിൽ നമ്മൾ ഇതുവരെയൊക്കെ ഇതിനെ കുറിച്ച് ബോധേഡല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോഴാണ് എന്താണ് ആക്ച്വലി മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന സാധാരണ പ്രൊഡക്റ്റുകൾ, അതായത് സാധാരണ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പൂർണ്ണമായും പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ചവ, അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇവിടെയാണ് നമ്മുടെ സാനിറ്ററി നാപ്കിനും അതേപോലെ തന്നെ പാന്റി ലീനറൊക്കെ വ്യത്യസ്തമാവുന്നത്. അതായത് 7 ലെയറോട് കൂടെ അതില് ആക്റ്റീവ് ഓക്സിജൻ ഉണ്ട്, ആനിയൻ ഉണ്ട്, FAR ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്, നാനോ സിൽവർ ഉണ്ട്. ഇതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആക്റ്റീവ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കുറവ് അല്ലെങ്കിൽ ഓക്സിജൻ സർക്കുലേഷന്റെ കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓൾറെഡി ഹീറ്റ് ആണ്, ഡിസ്ചാർജ് ആയി വരുന്ന ബ്ലഡ് ഓൾറെഡി ഹീറ്റ് ആണ്. ഈ സമയത്ത് ഹീറ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ, അതായത് കണക്കുകൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 0.02 ഡയോക്സിൻ ആണ് ഒരു സിംഗിൾ പാഡെന്ന് ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നതെന്നാണ്. സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീ ആവുമ്പോൾ ഏകദേശം 5 or 6 പാഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 0.02 into 6 അല്ലെങ്കിൽ 0.025 ഇത്രയും ഡയോക്സിൻ ആണ് നമ്മുടെ ശരീരത്തിൽ കടന്നു പോകുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന മൂലം. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ആക്റ്റീവ് ഓക്സിജൻ, ആനിയൻ എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് അയൺ ആണ് ഇവിടെ കൊടുക്കുന്നത്. നെഗറ്റീവ് അയൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പോസിറ്റിവിറ്റി കിട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പൊ നമ്മള് കാടുകളിൽ അല്ലെങ്കിൽ കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ആനിയന്റെ പ്രസൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയണിന്റെ പ്രസൻസ് കൂടുതലുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ FAR ഇൻഫ്രാറെഡ് അടങ്ങിയിട്ടുള്ള ഒരു ചിപ്പ് നമ്മുടെ സാനിറ്ററി നാപ്കിനുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയി വരുന്ന ബ്ലഡിൽ അതിലുള്ള ബാക്ടീരിയാസിനെല്ലാം നശിപ്പിച്ചൊരു ന്യൂട്രലൈസ് ചെയ്തിട്ട് ആ വന്ന ബ്ലഡിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക്, നാനോ സിൽവർ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ സൂം മീറ്റിങ്ങിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ സാധാരണ നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി പ്ലാസ്റ്റിക് ആണ് സൂചിപ്പിച്ച് പ്ലാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഡിസ്ചാർജ് ആയി വരുന്ന ബ്ലഡ് അവിടെ നിൽക്കുമ്പോൾ ഒരു ബാഡ് ഓർഡർ വരാറുണ്ട്, ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പൊ അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാഗ്നറ്റിക്കിനും അതേപോലെ തന്നെ നാനോ സിൽവറിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ നമ്മുടെ പറഞ്ഞപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആണെങ്കിൽ പോലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് 1 hour വാദോരാതെ സംസാരിക്കാനുള്ള സംഭവമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒരു ധാരണയിൽ എത്തുക നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ട്രെയിനിങ് സെഷനിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഒരു ഡോർ ഓപ്പൺ പ്രൊഡക്റ്റ് ആണ് കമ്പനി പുറത്തിറക്കുന്ന സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്നത്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പോർട്ടബിൾ മാജിക് ഡിവൈസ്. അത് പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു റിയൽ മാജിക് ഡിവൈസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫിസിയോതെറാപ്പി സെന്ററുകളിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മെഷീനറികൾ ഉപയോഗിച്ച് 4, 5, 6 മെഷീനറികൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് നമുക്കൊരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോഗ്രാം മാത്രം തൂക്കം വരുന്ന ഈ ഒരു മാജിക്കൽ ഡിവൈസ് കൊണ്ട് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. ഇതിലെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് 4 ഫംഗ്ഷൻ ആണ് ഇതിൽ. ശരീരത്തിലൊരു പാരലൽ ആയിട്ടുള്ള ഒരു ബയോ പാസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസും ഇലക്ട്രിക് പവർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ പല ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മുമ്പ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്
നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഓരോ സെൽസും അത് ഇലക്ട്രിക് പവർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ വേദനയോ അല്ലെങ്കിൽ മറ്റ് തളർച്ചയോ ബാധിച്ച സ്ഥലങ്ങളിലോ, തളർച്ച സംഭവിച്ച സ്ഥലത്ത് ഓൾറെഡി നമ്മുടെ സെൽസുകളെല്ലാം ഡെഡായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ നമ്മൾ ഇതിലെ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള സെൽസിനെ എല്ലാം റിജുവനേറ്റ് ചെയ്യുന്നു. ആ റിജുവനേറ്റഡ് ആയിട്ടുള്ള സെൽസ് നേരെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓക്സിജന്റെ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ വേദനകളെ അല്ലെങ്കിൽ കടച്ചിലിനെ, തരിപ്പിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ടെൻസ് ഫംഗ്ഷൻ. ഈ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മറ്റു പല ക്രിയകളും ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡുകളിൽ കാണാം. അതേപോലെ തന്നെ കപ്പിംഗ് തെറാപ്പി, അതേപോലെ ഹീറ്റ് ഫംഗ്ഷൻ, ലേസർ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുള്ള 4 ഫംഗ്ഷൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കിത് ഈ ഒരു മാജിക്കൽ ഡിവൈസ് ഏതെല്ലാം പാർട്ടുകളിൽ, ഹ്യൂമൻ ബോഡിയിൽ ഏതെല്ലാം പാർട്ടുകൾ ഉപയോഗിക്കാമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഹാൻഡ്സ്, സോളോ, ഫീറ്റ്, നെക്ക്, ബാക്ക്, വേസ്റ്റ് തുടങ്ങി ശരീരത്തിന്റെ പ്രധാനമായും നമുക്ക് വേദനകൾ കണ്ടുവരുന്ന, അതായത് ഒരു ഏജ് കടക്കുമ്പോൾ വേദന വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഏരിയകളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം ഏരിയകൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ടെൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ചിത്രത്തില് നമ്മുടെ മാജിക്കൽ ഡിവൈസ് എന്നൊരു വയർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലൗ കൊണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അത് 3 രീതിയിലാണ് നമുക്ക് ഈ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുക. അതിലൊന്നാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അത് നമുക്ക് ഫോർഹെഡില്, അതേപോലെ തന്നെ ഏരിയയില്, നോസ് വിങ്ങില്, ചെക്ക് ബോൺസില്, ഹെഡില് തുടങ്ങി, അതായത് ഇതൊക്കെ പല പർപ്പസ് ആണ്. നമ്മൾ ഇതിനെ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ഇവിടെ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്. ഈ പാർട്സുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല നമുക്കിതൊരു ബ്യൂട്ടി കോൺസെപ്റ്റിന്, അതായത് ഒരു ഫേഷ്യൽ ചെയ്യാനും വിത്തൗട്ട് എനി കെമിക്കൽസ് നമുക്ക് ഫേഷ്യൽ ചെയ്യാനും നമ്മുടെ മാജിക്കൽ ഡിവൈസ് ഉപകരിക്കുന്നതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ ബാക്ക്, ഷോൾഡർ, നെക്ക്, ലിംഫ്, ആം, ലെഗ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മളെല്ലാം ആയുർവേദത്തിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് കിഴി പിടിക്കൽ. അപ്പോ അതിനും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ കപ്പിംഗ് തെറാപ്പി എന്നുള്ള, അതായത് മെത്തേഡ് ഓഫ് യൂസ് വാക്വം ഫംഗ്ഷൻ, ഞാൻ മുമ്പ് സൂചിപ്പിക്കേണ്ടത് വാക്വം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ ഇതിൽ ഓൾറെഡി അടങ്ങിയിട്ടുണ്ട് ഹീറ്റ് ഫംഗ്ഷൻ. അതായത് നമ്മൾ കിഴി പിടിക്കുമ്പോൾ നല്ല ചൂടുള്ള കിഴി പിടിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ വാക്വം ഫംഗ്ഷനും പ്ലസ് ഹീറ്റും കൂടെ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ആയുർവേദത്തിൽ ഒരു കിഴി പിടിക്കുന്നതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. തുടങ്ങി നമ്മള് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ സെഷൻ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടും വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് സി സർട്ടിഫിക്കറ്റ്. നമ്മൾ പല ഇലക്ട്രിക് ഡിവൈസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു സി സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ മാജിക്കൽ ഡിവൈസ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ 11 പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ കൂടെ വണ്ടർഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് അടുത്തൊരു സെഷൻ നമ്മുടെ പ്ലാൻ കൃത്യമായിട്ട് പറയാൻ നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ജോഷി സാർ ഓൾറെഡി റെഡിയാണ്. അപ്പോ ഞാനൊരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മള് അവസരങ്ങൾ നമ്മളെ എപ്പോഴും ഏത് സമയത്താണ് കിട്ടുക എന്ന് നമുക്കറിയില്ല. ഓരോ അവസരം കിട്ടുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിന്റെ അച്ചീവർ ആകാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരൊറ്റ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഫോഹോവേ. JP sir unmute ചെയ്യും. JP sir unmute ചെയ്ത് സംസാരിക്കും. JP sir unmute ചെയ്യും. സോറി. ഓക്കെ, കേൾക്കാമോ? ഹലോ. Yes. Continue, please. Okay.
വളരെ വിശദമായി നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഓരോന്നും തന്നെ കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഇവിടെ അവതരിപ്പിച്ചു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ മനസ്സിലാക്കി, നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മനസ്സിലാക്കി. ഇനി നമ്മളെ സംബന്ധിച്ച് വേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അത്. നമുക്ക് വേണ്ടി ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ജസ്റ്റ് ആ ഒരു ഇൻകം പ്ലാനിലേക്ക് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു 1-2 സ്ക്രീൻ ഷോട്ടുകൾ നമ്മൾ ഇവിടെ കാണുകയാണ്, വിശകലനം ചെയ്യാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളെയും ഈ ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യതകളെയും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു സ്ലൈഡുകളാണ് നമ്മുടെ മുന്നിൽ ഇവിടെ ഉള്ളത്. നെറ്റ്വർക്കിന്റെ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും റൈറ്റ് ടൈമിൽ കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മുടെ ഇൻകം വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അല്ലെങ്കിൽ ഡൈനാമിക് ലീഡർ, നമ്മുടെ മെന്റർ വർഗീസ് ജോഷ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച് ജെപി സാർ. താങ്ക് യു. ഇതുവരെ നിങ്ങൾ എല്ലാവരും കേട്ട പോലെ ഞാനും വളരെ അത്ഭുതത്തോട് കേട്ടിരിക്കുകയായിരുന്നു. അനീസ് സാറിന്റെയും റിയാസ് സാറിന്റെയും ജെപി സാറിന്റെ ഒക്കെ പെർഫോമൻസ് വളരെ വ്യക്തമായി കമ്പനിയുടെ പ്രൊഫൈലും കമ്പനിയുടെ ഫ്യൂച്ചർ കാര്യങ്ങളും കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയും വിശദമായിട്ട് തന്നെ അവർ വളരെ വിശദമായി പറഞ്ഞു തന്നു. എങ്കിലും കമ്പനി പ്രൊഫൈൽ ഒക്കെയാണ്, പ്രൊഡക്റ്റ് ഒക്കെയാണ്, പക്ഷെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും. ഈ പ്ലാൻ, ബിസിനസ് പ്ലാൻ, കോമ്പൻസേഷൻ പ്ലാനും കൂടെ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നെ പോലെ തന്നെ നിങ്ങളും ആ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ എപ്പോഴും 3 പില്ലർ, അതായത് PPP, പ്രൊഫൈൽ, പ്രോഡക്റ്റ് ആൻഡ് പ്ലാൻ, ഇത് 3 കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്യാവുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. സോ വൈ ഫോഹോവേ എന്ന് എന്നോട് ചോദിച്ചാൽ ഈ ഒരു സ്ലൈഡാണ് അതിന്റെ ആൻസർ. അതായത് റീറ്റെയിൽ ബോണസ് 11ഓളം ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നത്. റീറ്റെയിൽ ബോണസ് 20 to 140% ആണ്. ടീം ബോണസ് 20%, ഡെവലപ്മെന്റ് ബോണസ് 12 മുതൽ 15%, എലൈറ്റ് ബോണസ് 70,000 മുതൽ 5,60,000 വരെ നിങ്ങൾക്ക് ലഭിക്കും. സെയിം ടൈം ഡയമണ്ട് ബോണസ്, കൺട്രി ടേൺ ഓവർ നിങ്ങൾക്ക് 1% ക്വാർട്ടർലി, ടൂറിസം അവാർഡ് 70,000 എവറി ഇയർ, ലക്ഷറി കാർ അവാർഡ് 7 ലക്ഷം രൂപ ഇയർലി, ലക്ഷറി യാച്ച് അവാർഡ് 17 ലക്ഷം ഇയർലി, ലക്ഷറി വില്ല അവാർഡ് 35 lakhs എവറി ഇയർ, ഗ്ലോബൽ ഡിവിഡൻഡ് ഓണററി ബോണസ് 0.5%. ഇതിനെല്ലാം പുറമെ റീപർച്ചേസിൽ 1+1 അല്ലെങ്കിൽ 1:1 എന്ന റേഷ്യോയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലഭിക്കും. ഇറ്റ് മീൻസ് 100% ക്യാഷ് ബാക്ക്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട് കമ്പനി. ഇതിൽ എത്ര പേരുടെ എഫേർട്ട് ഉണ്ട്, എത്ര പേർ ബ്രെയിൻ ഉണ്ട്, എത്ര പേര് അവർക്കെല്ലാം ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഈ കംപ്ലീറ്റ് പ്ലാൻ കഴിയുമ്പോൾ അറിയാൻ നിങ്ങൾക്ക് ഈ പ്ലാനിനകത്തുള്ള ബ്യൂട്ടി. ഇവിടെ ഇപ്പൊ ഈ പ്ലാൻ സീരിയസ് ആയിട്ട് കേട്ടിരിക്കുന്ന ആൾക്കൂടെ ഞാൻ പറഞ്ഞു, ഇതൊരു പ്യുവർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇന്ന് ഇവിടെ പൈസ ഇട്ടിട്ട് നാളെ കോടീശ്വരനാവുന്ന, നാളെ കഴിഞ്ഞ് ബില്യനറാവാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് എ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ലെങ്കിൽ ലോട്ടറി കമ്പനി. ഇതൊരു പ്യൂർ, നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്യൂർ ബിസിനസ്മാൻ ആവാൻ സാധിക്കും? 0 ഇൻവെസ്റ്റ്മെന്റിൽ പ്യൂർ ബിസിനസ്മാൻ ആവാൻ സാധിക്കും. ഒരു ലോങ് ലൈഫിൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നാളെ കോടീശ്വരനാവുന്നു, നാളത്തെ നിങ്ങൾ വലിയൊരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും കൃത്യമായ പ്ലാനോടും കൃത്യമായ എഫേർട്ടോടും കൂടി, ലൈക്ക് എക്സ്പ്ലോർ, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തൊരു വലിയ ബിസിനസ് മാൻ ആയിട്ട് മാറാൻ സാധിക്കും. സോ ഞാൻ ഈ കമ്പനിയിൽ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം, അങ്ങനെ ഈ ബിസിനസ് പ്ലാൻ ഓരോ സ്ലൈഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വിചാരിക്കുന്നു. ഹൗ ടു സ്റ്റാർട്ട് ഫോർ ബിസിനസ്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആസ് പെർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച് ദർ ഇസ് നോ ജോയിനിങ് ഫീസ്. ജോയിനിങ് ഫീസിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ KYC, അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇമെയിൽ ID, ഫോൺ നമ്പർ ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഇത്രയും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ലൈഫ് ടൈം ഒരു ID ഈ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ FDS അഥവാ ഫോഹോവേ ഡയറക്ട് സെല്ലർ എന്ന് വിളിക്കപ്പെടും. ഈ ഫോഹോവേ ഡയറക്ട് സെല്ലറായി നിങ്ങൾക്ക് ഈ കമ്പനിയിലെ ഏത് പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ ജീവിതകാലം മുഴുവൻ എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ ജീവിതകാലം മുഴുവൻ ഈ കമ്പനിയിലുള്ള ഏത് പ്രൊഡക്റ്റും എൻജോയ് ചെയ്യാം. സോ അതായത് നിങ്ങൾക്കറിയാം ഏതൊരു പ്രൊഡക്റ്റിനും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസും MRP എന്ന് 2 റേറ്റ് ഉണ്ടാവും. സോ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു ചാനൽ പാർട്ട്ണറായി ഡിസ്ട്രിബ്യൂട്ടറായി നടത്താം.
പക്ഷെ ആ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് ഇന്നൊരു സാനിറ്ററി നാപ്കിൻ മേടിച്ചു. ഇതിലുള്ള ഇപ്പൊ റിയാസ് സാർ കാണിച്ച 11ഓളം പ്രോഡക്റ്റിലെ ഒരു പ്രോഡക്റ്റും നമുക്ക് വേണ്ടാത്തതില്ല, എല്ലാം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിൽ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂത്ത് ജെൽ, ഷാംപൂ, സോപ്പ്, ഷാംപൂ വിത്ത് കണ്ടീഷണറാണ്, നമ്മുടെ മിൽക്കി സോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സാനിറ്ററി നാപ്കിൻ, ഇതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ കമ്പനിയുടെ ഒരു മാനേജ്മെന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ സാനിറ്ററി നാപ്കിനകത്ത് പുതിയൊരു ടെക്നോളജി കൂടെ അവർ ആഡ് ചെയ്യാണ്. അതിന്റെ പരീക്ഷണാർത്ഥം നമ്മുടെ ഡേ യൂസ് സാനിറ്ററി നാപ്കിൻ ഒരു മാസം സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും, പുതിയ ടെക്നോളജി ആഡ് ചെയ്തിട്ടുള്ള. സോ അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നോളജിയാണ്. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ മേ ബി നെക്സ്റ്റ് വീക്ക് അങ്ങനെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സോ അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ ഇൻവെന്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇത്ര ചീപ്പ് കോസ്റ്റ്, വളരെ കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് ഏതൊരു സാധാരണക്കാരനും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തത്. ആ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ലൈഡ് കഴിയുമ്പോൾ മനസ്സിലാവും. സോ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അക്യുമുലേറ്റ് ആയിട്ട് എന്ന് നിങ്ങൾ 5600 എത്തുന്നോ, ശ്രദ്ധിക്കുക, എന്ന് നിങ്ങൾ 5600 എത്തുന്നോ അന്ന് നിങ്ങളെ ബ്രോൺസ് കാർഡ് ഹോൾഡർ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്ക് ഈ ബ്രോൺസ് കാർഡ് സിംഗിൾ ബില്ലിൽ മേടിക്കാം, അക്യുമുലേറ്റ് ചെയ്ത് മേടിക്കാം, അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾ വീണ്ടും മേടിച്ച് നിങ്ങൾ സിൽവർ കാർഡിലെത്തുന്നു, നിങ്ങളെ 17,500 എത്തുന്നു, നിങ്ങൾ സിൽവർ കാർഡ് ഹോൾഡർ എന്ന് വിളിക്കപ്പെടും. ഈ ബ്രോൺസ് കാർഡിന് സിൽവർ കാർഡിലേക്ക് പോകണമെങ്കിൽ 5600 17,500 ഡിഫറൻസ് എമൗണ്ട് മാത്രം നിങ്ങൾ കെട്ടിയാൽ മതി. സംതിങ് ലൈക്ക് 11,000 ചേഞ്ച് എന്ന് വരും. ആ എമൗണ്ട് മാത്രം കെട്ടിയാൽ മതി, വീണ്ടും നിങ്ങൾ ഫുൾ എമൗണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. സോ അതേപോലെ നിങ്ങൾ എപ്പോൾ 35,000 എത്തുന്നോ നിങ്ങൾ ഗോൾഡ് കാർഡ് എന്ന് വിളിക്കപ്പെടും. സോ നിങ്ങൾ അതുപോലെ 70,000 എത്തുമ്പോൾ നിങ്ങൾ പ്ലാറ്റിനം കാർഡ് എന്ന് വിളിക്കും. പ്ലാറ്റിനം കാർഡ് ഈസ് എ മോസ്റ്റ് പവർഫുൾ വണ്ടർഫുൾ കാർഡ് ഇൻ ദ സിസ്റ്റം. സോ പ്ലാറ്റിനം കാർഡ് വരെയാണ് നമ്മൾ കാർഡ് അപ്ഗ്രേഡേഷൻ ചെയ്യേണ്ടത്. പ്ലാറ്റിനം കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന പിന്നെ ലൈഫ് ടൈം നിങ്ങൾ ആ പ്ലാറ്റിനം കാർഡ് ഹോൾഡറായി, പിന്നെ കാർഡ് അപ്ഗ്രേഡേഷൻ ഇല്ല. ഈ കമ്പനിയിൽ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്, നാളെ തൊട്ട് ഞാൻ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു, ഞാൻ 70,000 രൂപയുടെ പ്രോഡക്റ്റ് ഒന്നിച്ച് മേടിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഓക്കെ, ആസ് യുവർ വിഷ്, നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല, എൻ്റെ അടുത്ത് ഇപ്പൊ പൈസ എത്ര ഇല്ല, ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം, ആദ്യം ഒരു 5,600 പ്രോഡക്റ്റ് മേടിച്ച് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാം, എന്നിട്ട് മെല്ലെ അപ്ഗ്രേഡ് ചെയ്യാം, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇല്ല, എൻ്റെ അടുത്ത് 1 രൂപയില്ല, ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് മേടിക്കുന്ന സോപ്പും പേസ്റ്റും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതിന് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. സോ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ കമ്പനി. സോ അതുപോലെ പ്രോഡക്റ്റ് എല്ലാം നിങ്ങളുടെ ചോയ്സ് ഓഫ് പ്രോഡക്റ്റ് ആണ്. കമ്പനി ഒരിക്കലും നിങ്ങൾ ഇന്ന പ്രോഡക്റ്റ് തന്നെ മേടിക്കണം എന്നൊന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും കമ്പനി എന്തെങ്കിലും ഓഫറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് കമ്പനി ഡിസൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് മേടിക്കാനുള്ള ചാൻസും ഈ സിസ്റ്റത്തിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്ലാറ്റിനം ആവാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗോൾഡ് കാർഡ് ആവുക, അതായത് 35,000 പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ച് അത് അക്യുമുലേറ്റ് ആയിട്ടോ സിംഗിൾ ബില്ലോ നിങ്ങൾ ഗോൾഡ് ആവുക, നിങ്ങൾ 2 ഗോൾഡ് കാർഡുകാരെ ഇതിനകത്തേക്ക് റെഫർ ചെയ്യുക, 2 ഗോൾഡ് കാർഡ് ഐ ഡി ഇതിനകത്ത് റെഫർ ചെയ്യുക, നിങ്ങളെ പ്ലാറ്റിനം ആയിട്ട് കമ്പനി അപ്ഗ്രേഡ് ചെയ്യും. സോ ഇത്രയൊക്കെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇനി അടുത്ത ബെനിഫിറ്റിലേക്ക് പോകാം. റിപ്പീറ്റ് സെയിൽസ് റീറ്റെയിൽ ബോണസ് ആണ് ഇത്. 140% വരാനുള്ളത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ FDS ലാണെങ്കിൽ, നിങ്ങൾ ഇന്ന് FDS ലാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ പ്രോഡക്റ്റ് കിട്ടും. അത് നിങ്ങൾ MRP യിൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 20% അതിലധികമോ ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ പ്രോഡക്റ്റിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. സോ റീറ്റെയിൽ മാർജിൻ 20% നിങ്ങൾ FDS ലാണെങ്കിൽ കിട്ടുക. പക്ഷെ നിങ്ങളൊരു കാർഡ് ഹോൾഡർ ആണെങ്കിൽ, ബ്രോൺസോ സിൽവറോ ഗോൾഡോ പ്ലാറ്റിനമോ കാർഡ് ഹോൾഡർ ആണെങ്കിൽ, നിങ്ങൾക്ക് ആ റീറ്റെയിൽ മാർജിൻ എന്നുള്ളത് 140%. എനിക്ക് സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, 140% റീറ്റെയിൽ മാർജിനുള്ള ഒരു പ്രോഡക്റ്റും നിങ്ങളുടെ നെറ്റ്വർക്ക് ചെയ്യുന്നില്ല. ഇത് ശ്രദ്ധിക്കണം, ഇത് നെറ്റ്വർക്ക് ചെയ്യുന്നില്ല, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നില്ല, MLM ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടറായി, നിങ്ങൾക്ക് ഒരു റീറ്റെയിലർ ആണ്, നിങ്ങൾക്ക് സ്റ്റോറോ ഷോപ്പോ ഉണ്ട്, നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം 140%. 140% പ്രോഡക്റ്റിൽ ലാഭമുള്ള ഒരു പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഈ 140% എങ്ങനെ കിട്ടുന്നു? ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ നേരത്തെ സൈഡിൽ പറഞ്ഞിരുന്നു, ഇവിടെ നിങ്ങൾ ബ്രോൺസ്, സിൽവർ, ഗോൾഡോ പ്ലാറ്റിനമോ കാർഡ് ഹോൾഡർ ആയാൽ നിങ്ങൾക്ക് അതിന് ശേഷം ചെയ്യുന്ന സെക്കൻഡ് പർച്ചേസ് തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഒന്നിനൊന്ന് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ 1:1 ആയിരിക്കും. ഈക്വലന്റ് പ്രോഡക്റ്റ് വേറെ കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 140% ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ നമ്മുടെ ടൂത്ത് ജെല്ലിന്റെ MRP 145 rupees ആണ്. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 119 ആണ്. 119 നിങ്ങൾ ആഫ്റ്റർ ബ്രോൺസ് കാർഡ് നിങ്ങൾ 119 രൂപ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 ടൂത്ത് ജെൽ കിട്ടും. അത് മീൻസ് അതിന്റെ ഒരു ടൂത്ത് ജെല്ലിന്റെ കോസ്റ്റ് നിങ്ങൾക്ക് വീഴുന്നത് 59 രൂപ 50 പൈസയാണ്. സോ ഇവിടെ നിങ്ങൾ 119 രൂപ കൊടുത്തതിന് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിന് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടിയ പ്രോഡക്റ്റിന് ഇവിടെ 20% മാർജിൻ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് 100% ഫ്രീയും അതിനും 20% മാർജിനും ഉണ്ട്. ടോട്ടൽ 120.
So 120 plus 20, 140% margin. So wonderful income ആണ് റീറ്റെയിൽ ചെയ്യുന്നവർക്ക് പോലും. ഏതൊരു വ്യക്തിക്കും ഒരു നല്ല ഡീസന്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കാൻ, റിച്ച് ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കമ്പനി ബിസിനസ് കോമ്പൻസേഷൻ പ്ലാൻ ആണിത്. സോ അടുത്ത ബെനിഫിറ്റ് നോക്കാം. നിങ്ങൾ പ്ലാറ്റിനം കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങളുടെ ടീം ബോണസ് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. ടീം ബോണസ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ റെഫറൽ കമ്മീഷൻ, നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് റെഫർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുക 20% ആയിരിക്കും. 20%. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പ്ലാറ്റിനം കാർഡ് ഹോൾഡർ ആണ്, നിങ്ങളുടെ താഴെ ഒരാൾ FTSയിൽ ജോയിൻ ചെയ്തു, അയാൾക്ക് ഒരു ടൂത്ത് ജെൽ സാമ്പിൾ ആയിട്ട് മേടിച്ചു പോകുന്നു, നിങ്ങളുടെ കമ്മീഷൻ 11 രൂപ 90 പൈസ ആയിരിക്കും. നിങ്ങളുടെ റെഫറൽ കമ്മീഷൻ മാത്രം 11 രൂപ 90 പൈസ ആയിരിക്കും. ഒരാൾ പ്ലാറ്റിനത്തിൽ ഒന്ന് ജോയിൻ ആയി അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 10,080 രൂപ ആയിരിക്കും. ഇതൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്. കാരണം കമ്മീഷൻ കമ്പനി തരുന്നത് ബേസ്ഡ് ഓൺ PV ആണ്. ഇവിടെ PV എന്ന് പറഞ്ഞാൽ $1 ആണ്. $1 വാല്യൂ 70 രൂപയാണ്. അത് ഫിക്സ് ആണ്. സോ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് GSTയും മറ്റ് ഹാൻഡ്ലിംഗ് ചാർജസ് എല്ലാം ചേർന്നിട്ടായിരിക്കും. സോ മാക്സിമം നമുക്ക് കിട്ടുന്ന PVയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഏകദേശം നിങ്ങൾക്ക് PV ബേസ്ഡ് എത്ര PV കിട്ടുന്ന അത്രയും PVയുടെ 20% നിങ്ങൾക്ക് സ്പോൺസർ കമ്മീഷൻ തരും. ഇത്ര PV വന്നാലേ തരുള്ളൂ, അങ്ങനെ ഒരു PVയെ വന്നിട്ടുള്ളൂ നിങ്ങളുടെ ഡയറക്ടേഴ്സ്. ആ ഒരു PVക്ക് 20% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്തത്, നിങ്ങൾ അതേ പ്ലാറ്റിനം കാർഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മാച്ചിങ് ബോണസ് അല്ലെങ്കിൽ ബൈനറി എന്നൊക്കെ നമ്മൾ പറയും. നമ്മളതൊരു വെറും ബൈനറി സിസ്റ്റം അല്ല, ഹൈബ്രിഡ് ബൈനറി പ്ലാൻ എന്നാണ് ഈ പ്ലാൻ എന്ന് പറയുക. ഹൈബ്രിഡ് ബൈനറി പ്ലാൻ, അതായത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് മാച്ചിങ് കമ്മീഷൻ മാക്സിമം ലഭിക്കുക 12%. 12% നിങ്ങളുടെ വീക്കർ ലൈനിൽ നിന്ന് എത്ര PV ബിസിനസ് ആയിട്ടുണ്ടോ ഈ ആഴ്ചയിൽ, ഓരോ ആഴ്ചയും ആ ആഴ്ചയിലെ 12% നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. 3rd വീക്ക് നിങ്ങൾക്ക് പേ ഔട്ട് തരികയും ചെയ്യും. സോ ആ വീക്കിലി 3,85,000 രൂപ വരെ നിങ്ങൾക്ക് ഈ മാച്ചിങ് കമ്മീഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബോണസ് ക്യാപ്പിംഗ് അമൗണ്ട് എന്ന് പറഞ്ഞാൽ 3,85,000 ആണ്. അതായത് 3,85,000 രൂപ വരെ ഒരു ആഴ്ചയിൽ സമ്പാദിക്കാനുള്ള ഏൺ ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഈ സ്ലൈഡിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുവാണ്. ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, ഈ ഒരു കമ്പനിയിൽ എല്ലാ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലും മന്ത്ലി റീപർച്ചേസ്, അതായത് മന്ത്ലി റീപർച്ചേസ് കമ്പൽസറി ആണ്. ഈ നമ്മുടെ കമ്പനിയിലും നിർബന്ധമാണ്. പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട് 2,100 രൂപയാണ്. 2,100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് മേടിക്കാം. സോപ്പോ ഷാമ്പോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാം. സോ മേടിച്ചാൽ മാത്രമേ എല്ലാ സിസ്റ്റത്തിലും നിങ്ങൾക്ക് ആ ആഴ്ചത്തെ അല്ലെങ്കിൽ ആ മാസത്തെ ഈ ബൈനറി കമ്മീഷൻ ഡെവലപ്മെന്റ് ബോണസ് തരികയുള്ളൂ, കമ്പനി പേ ഔട്ട് തരികയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഫോഹോയിൽ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ അഥവാ ഈ മാസം നിങ്ങൾ റീപർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് 90% കമ്പനി പേ ഔട്ട് തരുന്നതായിരിക്കും. 90%. ചുരുക്കി പറയാൻ നിങ്ങൾക്ക് ഒരു 10,000 രൂപയും ഈ ആഴ്ചത്തെ കമ്മീഷൻ വരാനുണ്ട്. പക്ഷെ നിങ്ങൾ റീപർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി നിങ്ങൾക്ക് 9,000 രൂപ വരും. ബാക്കി 1,000 രൂപ കമ്പനി കൊണ്ടുവന്നില്ല. കമ്പനി കട്ട് ചെയ്തിട്ട് കമ്പനിയും കൂടെ ഒരു 1,000 രൂപ ഇട്ടിട്ട് നിങ്ങളുടെ സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് പ്രോഡക്റ്റ് ആയിട്ട് റീഎംബസ് ചെയ്യാം. എന്ന് വെച്ച് നമ്മൾ റീപർച്ചേസ് ചെയ്യാതിരിക്കുക. റീപർച്ചേസ് എന്ന് പറയുന്ന സിസ്റ്റം കമ്പനി എപ്പോഴും കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആള് കമ്പനിയുടെ ഒരു ലോങ് റണ്ണിനും ആ ലീഡേഴ്സിന്റെ ഒരു ലോങ് വരുമാനത്തിന് വേണ്ടിയിട്ടുമാണ് അത് കൊടുത്തിരിക്കുന്നത്. അന്ന് വെച്ച് നമുക്ക് ഒരു ബർഡനുമില്ല. ഇവിടെ നിങ്ങൾ ജാസ്തി എമൗണ്ടിന് പർച്ചേസ് ചെയ്താൽ ആ എമൗണ്ട് കഴിയുന്നവരെ പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ലൈഫ് ടൈം റീപർച്ചേസ് ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള ഒരേ ഒരു സിസ്റ്റം ഫോഹോയാണ്. അതായത് 2,100 രൂപ മാസം പേ ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾ സപ്പോസ് ഈ മാസം 4,200 രൂപയ്ക്ക് മേടിച്ചു. കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നു, പേഴ്സണൽ ഓർഡർ. നിങ്ങളുടെ സ്വന്തമായിട്ട് 4,200 രൂപയ്ക്ക് മേടിച്ചെങ്കിൽ അടുത്ത മാസവും നിങ്ങൾ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. 21,000 രൂപയ്ക്ക് മേടിച്ചു അടുത്ത 10 ദിവസത്തേക്ക് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ് ആ ഒരു സിസ്റ്റം. കാരണം വേറെ ഒരു പല സിസ്റ്റത്തിലും നമ്മൾ ഇതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. റീപർച്ചേസ് 2,100 ആണെങ്കിൽ 1,00,000 മേടിച്ചാലും അത് ഈ മാസത്തേക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അടുത്ത മാസം വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ബൈനറി കമ്മീഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബോണസ് നിങ്ങളുടെ ID പ്ലാറ്റിനം ID ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു സൈഡിൽ ഒരു ഭയങ്കര മാഡ് ആയിട്ടുള്ള ഒരാൾ, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കർ വന്നു, അല്ലെങ്കിൽ ഒരു MLM ബിസിനസ് ചെയ്യുന്ന ഡയറക്ട് സെല്ലിങ്ങിലുള്ള ഒരാൾ വന്നു. അയാൾ ഭയങ്കര സ്പിരിറ്റോട് കൂടി
നമ്മുടെ എക്സ്പ്ലോർ ടീം ചെയ്യുന്ന പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടീം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷെ നിങ്ങളുടെ എതിർ സൈഡിൽ ആരുമില്ല, നിങ്ങളൊരു ഭയങ്കര നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ റീറ്റെയിലർ, നല്ല റീറ്റെയിലർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഷോപ്പിലോ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ സ്വന്തം ഷോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾ നല്ല റീറ്റെയിൽ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്ന വോളിയത്തിന്റെ 50%-നും നിങ്ങളുടെ ഇവിടെ ബൈനറി മാച്ച് ചെയ്ത് ഡെവലപ്മെന്റ് ബോണസ് നിങ്ങൾക്ക് കമ്പനി വീക്കിലി തരും. ഈ ഒരു സിസ്റ്റത്തിലും സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്നതിന് കമ്മീഷൻ തരുന്ന ഒരു കമ്പനിയില്ല. സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്താൽ നമ്മുടെ അപ്ലൈന് പോകും, പക്ഷെ നമുക്ക് വരില്ല. ഇവിടെ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്നതിന് പോലും കമ്പനി നമുക്ക് ഇൻകം തരികയാണ്. കാരണം ഒരു രീതിയിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറും നഷ്ടത്തിലാവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ബ്ലെൻഡ് ചെയ്തുണ്ടാക്കിയ ഒരു പ്ലാനാണ്. സോ ഇത് ഫുൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബ്യൂട്ടി മനസ്സിലാവും. അടുത്തൊരു ബോണസാണ് എലൈറ്റ് ബോണസ്. എലൈറ്റ് ബോണസ് ലഭിക്കാൻ സാധ്യത ഇവിടെ പ്ലാറ്റിനം കാർഡ് ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ FDS ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്രോൺസ് ആണ്, സിൽവർ ആണ്, ഗോൾഡ് ആണെങ്കിലും എന്ന് നിങ്ങൾ പ്ലാറ്റിനം എത്തുന്നോ അന്ന് നിങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവും. ഈ കോൺടെസ്റ്റിന്റെ അന്ന് തൊട്ട് 12 മാസം കമ്പനി നിങ്ങൾക്ക് സമയം തരും. ആ 12 മാസത്തിനുള്ളിൽ നിങ്ങൾ അക്യുമുലേറ്റഡ് ഡെവലപ്മെന്റ് ബോണസ് 1,40,000 രൂപ ഏൺ ചെയ്താൽ നിങ്ങൾ കമ്പനി 70,000 എക്സ്ട്രാ തരും. 70,000. അതേ നിങ്ങൾ 6,30,000 എത്തിയാൽ 2,80,000 രൂപ കമ്പനി നിങ്ങൾക്ക് തരും ടോട്ടലായിട്ട്. അത് നിങ്ങൾ 12,60 എത്തിയാൽ 5,60,000 രൂപ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കും. സോ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ഏൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് 1,40,000 രൂപ. ഒരു 12 മാസം സമയം കൊണ്ട് ഏൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. ഞാൻ JP സാറിന്റെ ഇതൊന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് അവിടുന്ന് നോയ്സ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, 1,40,000 നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70,000 രൂപ തരും. അതായത് അതിന്റെ പകുതിയും കൂടെ 6,30,000 രൂപ ഏൺ ചെയ്താൽ നിങ്ങൾക്ക് 2,80,000 രൂപ തരും. 12,60 നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് 5,60,000 രൂപ കിട്ടും. അതായത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് ബോണസിന്റെ പെർസെന്റേജ് ഞാൻ 12% അല്ല, ഏകദേശം 18% വരും ഈ എലൈറ്റ് ബോണസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതൊരു വൺ ടൈം ബോണസ് ആണ്. ഇത് പ്ലാറ്റിനം കാർഡിലെത്തിയ എല്ലാവർക്കും ഫസ്റ്റ് 1 ഇയർ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ നിങ്ങൾ ഈ എലൈറ്റ് ബോണസ് മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്താൻ സാധിക്കും. അതാണ് ഈ എലൈറ്റ് ബോണസിന്റെ ബ്യൂട്ടി. എനിക്ക് എങ്ങനെയാണ് എലൈറ്റ് ബോണസ് ഫുൾ അച്ചീവ് ചെയ്യണം, ഞാൻ പ്ലാറ്റിനം എത്തി, പിന്നെ അന്ന് ഡേ 1 തൊട്ട് നിങ്ങളൊന്ന് ഈ എലൈറ്റ് ബോണസ് ഫുൾ മേടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഈ കമ്പനിയുടെ എത്തിയിരിക്കും. സോ അതാണ് ഈ ബോണസിന്റെ ഒരു പ്രത്യേകത. സോ അടുത്തത് ഈ കാർഡുകളുടെ ഒരു ഡിഫറൻസ് വരാം, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്ലാറ്റിനം കാർഡിലാണെങ്കിൽ പ്ലാറ്റിനം കാർഡ് ആവാനുള്ള കോസ്റ്റ് 70,000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗോൾഡ് കാർഡ് ആയതിനു ശേഷം 2 ഗോൾഡ് കാർഡ് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 140% റീറ്റെയിൽ മാർജിൻ ഉണ്ടാവും. ടീം സെയിൽസ് ബോണസ് അല്ലെങ്കിൽ റെഫറൽ കമ്മീഷൻ 20% ആയിരിക്കും. ഡെവലപ്മെന്റ് ബോണസ് അല്ലെങ്കിൽ ബൈനറി കമ്മീഷൻ 12% ആയിരിക്കും. എലൈറ്റ് ബോണസ് 5,60,000 രൂപ വരെ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ്. സോറി, ഒന്ന് ചുമച്ചു ചെയ്യാം. സോ പ്ലാറ്റിനം കാർഡിലാണെങ്കിൽ 140% നിങ്ങൾക്ക് റീറ്റെയിൽ മാർജിൻ, ടീം സെയിൽസ് ബോണസിന് 20%, ഡെവലപ്മെന്റ് ബോണസ് 12%, എലൈറ്റ് ബോണസ് 5,60,000 വരെ കിട്ടും. പക്ഷെ ഗോൾഡ് കാർഡിലാവാൻ നിങ്ങൾക്ക് വേണ്ടത് 35,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. ക്ലിയർ അല്ല? സംതിങ് എററുള്ള പോലെ തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്റെ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് തംസ് അപ്പ്. അനീഷ് ശ്രീധർ സാർ മ്യൂട്ടാണ്, അതുകൊണ്ട് കേൾക്കില്ല. ജസ്റ്റ് തംസ് അപ്പ് ഇട്ടായി. JP സാറിന് ക്ലിയർ അല്ലേ? ഇപ്പോഴും ഡിസ്റ്റർബ് ഉണ്ടോ അനീഷ് സാറെ? അല്ല, ഓക്കെ. അനീഷ് ശ്രീധർ സാർ ഓക്കെ എന്നാണ് പറയണേ. അപ്പം എനിക്കൊന്ന് അവിടുത്തെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും റിയാസ് ഭായി.
ഓക്കെ, ഗോൾഡ് കാർഡിന് കോസ്റ്റ് 35,000 പ്രോഡക്റ്റ് മേടിക്കുക, 140% അവിടെയും നിങ്ങൾക്ക് റിട്ടേൺ മാർജിൻ കിട്ടും. ടീം സെയിൽസ് ബോണസ് 16% ആയിരിക്കും കിട്ടുക. ഡെവലപ്മെന്റ് ബോണസ് 11%. എലൈറ്റ് ബോണസ് ഉണ്ടാവില്ല. അതേപോലെ സിൽവർ കാർഡ് ആവാൻ നമുക്ക് ആവശ്യം 17,500 രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കുകയാണ്. 140% അവിടെ നമുക്ക് റിട്ടേൺ മാർജിൻ ലഭിക്കും. ടീം സെയിൽസ് ബോണസ് 13%, ഡെവലപ്മെന്റ് ബോണസ് 10%, എലൈറ്റ് ബോണസ് ഉണ്ടായിരിക്കുന്നില്ല. ബ്രോൺസ് കാർഡ് ആവാൻ 5,600 രൂപയുടെ പ്രോഡക്റ്റ് ആണ് മേടിക്കേണ്ടത്. 140% റിട്ടേൺ മാർജിൻ. ടീം സെയിൽസ് ബോണസ് 10%, ഡെവലപ്മെന്റ് ബോണസ് 8%, എലൈറ്റ് ബോണസ് നിൽ. FDSന് എനി പ്രോഡക്റ്റ് 20% റിട്ടേൺ മാർജിൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഈ കാർഡിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ബിക്കം പ്ലാറ്റിനം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് കാർഡ് ആവേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ബ്രോൺസ് കാർഡിലാണ്, നിങ്ങൾക്ക് ഇവിടെ റെഫറൽ കമ്മീഷൻ അല്ലെങ്കിൽ ടീം സെയിൽസ് ബോണസ് 10% ആയിരിക്കും. ഞാൻ പ്ലാറ്റിനത്തിലാണ്, എനിക്ക് 20%. നിങ്ങൾ ഒരു ബിസിനസ് കൊണ്ടുവരുന്നു, ഒരു 10,000 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ വരണം, അല്ലെങ്കിൽ ഒരു 10,000 PVയുടെ ബിസിനസ് നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുക. അതിന് 10% മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷെ കമ്പനിയുടെ മാക്സിമം 20% കൊടുക്കും. ആ 20% ബാക്കി 10% ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനി നിങ്ങളുടെ സ്പോൺസർ അപ്ലൈനായ എനിക്ക് തരികയും, അതിന്റെ സെൻട്രൽ ആരെങ്കിലും ഒരു ഗോൾഡ് കാർഡ് കാരനുണ്ടെങ്കിൽ ആ ശതമാനം അവിടെ പോകും, എല്ലാ സിൽവർ അവിടെ കൊടുക്കും. സിൽവർ കാർഡ് കാരനുണ്ടെങ്കിൽ അവിടെ 13% കൊടുക്കും. 3 ഇവിടെ 3 പോയാൽ 4% ഏറ്റവും ടോപ്പ് ലൈറ്റിലേക്ക് വരും. സോ ഗ്യാപ് കമ്മീഷൻ എന്ന് പറയും. ഈ ഗ്യാപ് കമ്മീഷൻ വലിയൊരു കമ്മീഷനാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ അപ്ലൈന് പൈസ പോകണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ പ്ലാറ്റിനം ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അതൊരു മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ്. അതുപോലെ ബൈനറി ആയാലും അല്ലെങ്കിൽ മാച്ചിങ് കമ്മീഷൻ ആയാലും 8% ഈ കാർഡിൽ ലഭിക്കുള്ളൂ. 12% ലഭിക്കും നമുക്ക് പ്ലാറ്റിനം കാർഡ്. സോ കാർഡിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തവിടെ റാങ്ക്സ് ആണ്. ബാഡ്ജ് ഓഫ് ഓണർ. ബാഡ്ജ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ റാങ്ക്സ് എല്ലാ കമ്പനിയിലുള്ള പോലെ തന്നെ, ഏതൊരു സിസ്റ്റത്തിലുള്ള പോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിനും നമ്മുടെ എഫേർട്ടിനും അനുസരിച്ച് കമ്പനി നമുക്ക് ഓരോ പൊസിഷൻസ് തരുന്നുണ്ട്. ആ പൊസിഷന് ഫസ്റ്റ് സ്റ്റെപ്പാണ് എമറാൾഡ് എന്ന് പറയുന്ന പൊസിഷൻ. സോ ഞാനിപ്പോൾ എമറാൾഡ് പൊസിഷനിലാണുള്ളത്. വെരി സൂൺ ഞാൻ സഫയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്തൊരു പൊസിഷൻ എമറാൾഡ് ആവാൻ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ 2 ടീമിൽ നിന്നും, നമ്മുടെ ലെഫ്റ്റോ റൈറ്റോ എന്നോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ A B എന്നോ അല്ലെങ്കിൽ ഷെയർ ലെഗ് അല്ലെങ്കിൽ അതർ ലെഗ്, അങ്ങനെയൊക്കെയാണ് കമ്പനിയുടെ ഭാഷ. 2 ലെഗിൽ നിന്നും ടോട്ടൽ 10.5 ലക്ഷം വീതം ഈച്ച് ടീമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എമറാൾഡായി. സോ നിങ്ങളുടെ ലെഫ്റ്റിൽ ഒരു എമറാൾഡ്, റൈറ്റിൽ ഒരു എമറാൾഡ് വന്നാൽ നിങ്ങൾ സഫയറായി. പക്ഷെ ഈ എമറാൾഡ് തന്നെ ക്വാളിഫൈ ആവണമെന്നില്ല, അതിന് ഈക്വൽ ആയിട്ടുള്ള ബിസിനസ് വന്നാലും മതി. ഈ 2 പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ഓഫ് കമ്പനി നിങ്ങൾ കാണുന്ന രീതിയെ വേറെ, കമ്പനിയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫോട്ടോ വരും, കമ്പനിയുടെ സ്ലൈഡ്സിൽ നിങ്ങളുടെ ഫോട്ടോ വരും, നിങ്ങൾ എല്ലാ മീറ്റിംഗ് കാര്യങ്ങളും നിങ്ങളെ പങ്കെടുപ്പിക്കും. എന്തെങ്കിലും ഡെവലപ്മെന്റ് ഏതൊക്കെ നടക്കുന്നത്, എന്തൊക്കെ നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു വലിയൊരു റെക്കഗ്നൈസ്ഡ് പേഴ്സണാലിറ്റി ആവും നിങ്ങൾ ഈ സിസ്റ്റത്തില്. അടുത്തൊരു പൊസിഷനാണ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പൊസിഷൻ, ഡയമണ്ട്. ഡയമണ്ട് ആവാൻ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഒരു സൈഡിൽ ഒരു സഫയർ, മറ്റു സൈഡിൽ ഒരു സഫയർ, അല്ലെങ്കിൽ ഈക്വലന്റ് ബിസിനസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയമണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കുക. ഡയമണ്ട് ഡിവിഡൻഡ് 1% കൺട്രി ടേൺ ഓവർ, ഇന്ത്യയിൽ നടക്കുന്ന കംപ്ലീറ്റ് ബിസിനസിന്റെ ടോട്ടൽ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്നും 1% എത്ര ഡയമണ്ട് ഉണ്ടോ അവർക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ ഒരു റോയൽറ്റി ഇൻകം മേടിക്കാൻ നമ്മൾ മറ്റുള്ള സിസ്റ്റങ്ങളിൽ എത്ര കോടിക്കണക്കിന് രൂപ ടാർഗറ്റാണ് കമ്പനികൾ തന്നുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് വെറും 42 ലക്ഷം രൂപയുടെ ബിസിനസ് ഈച്ച് സൈഡിൽ, 42 ലെഫ്റ്റ് 42 റൈറ്റിൽ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് റീച്ച് ആവാൻ പറ്റും. ഡയമണ്ട് റീച്ച് ആയാൽ നമുക്ക് 1% കൺട്രി ടേൺ ഓവർ ഓൾ ഓവർ ലൈഫ് ടൈം കിട്ടും. എവറി 3 months ആയിരിക്കും അതിന്റെ പേ ഔട്ട്. എല്ലാ ആഴ്ചത്തെ ബിസിനസ്സിനും അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എനിക്കറിയാം, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഡോക്ടർ സത്യനാരായൺ സാറിന്റെ, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈഡ് ഡയമണ്ടിലുള്ള പുള്ളിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ കാൽക്കുലേഷൻ 44,000 രൂപയാണ് ഒരാഴ്ചത്തെ കൺട്രി ടേൺ ഓവർ വന്നത്. ജസ്റ്റ് ഇമാജിൻ, അതൊരു 4 ആഴ്ചത്തേക്ക് എത്രയായി? 1,20,000 രൂപയായി. അങ്ങനെ 3 മാസം കൂടുമ്പോൾ അത് തന്നെ ഒരു നല്ലൊരു റിട്ടേൺ ആയിട്ട് നമുക്ക് ഈ ഡയമണ്ട് പൊസിഷനിൽ എത്തുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒരു ഫസ്റ്റ് ഗോൾ സെറ്റ്. സഫയറോ എമറാൾഡോ സഫയർ ഒന്നുമല്ല, നമുക്ക് ഫസ്റ്റ് നമ്മൾ എത്തേണ്ട റേച്ച് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആണ്. അവിടെ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഒരു സ്മെല്ല് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്മെൽ, ദ റിയൽ എസൻസ്. അതായത് ഈ ഇന്ത്യയിൽ ആര് എവിടെ ജോലി എടുത്താലും നമുക്ക് പൈസ. നമ്മുടെ ടോപ്പ് അപ്ലൈനായ ജാവേദ് ഖാദിർ എടുക്കുന്ന ജോലിയുടെ പോലും
ഒരു പെർസെൻറ്റേജ് ഷെയർ മേടിക്കാനുള്ള ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ ഈ ഒരു ഡയമണ്ട് നമ്മളങ്ങനെ വിചാരിച്ച, അതായത് ബെറ്റർ കാര്യം ഞാൻ പറയാൻ വന്നേ, ഒരു നെറ്റ്വർക്ക് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഒരാൾക്ക് ഡയമണ്ടിൽ എത്താം. നല്ല നെറ്റ്വർക്കർക്ക്, എനിക്ക് നെറ്റ്വർക്ക് അറിയില്ല, ഞാൻ വെറും റീറ്റെയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കും എത്താം. കാരണം ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും 42 ലക്ഷം രൂപയുടെ സെയിലാണ് കമ്പനി ചോദിക്കുന്നത് ഡയമണ്ട് ആകാനായിട്ട്. സോ ഇതൊരു ബ്യൂട്ടിഫുൾ പൊസിഷനാണ്. ഈ പൊസിഷനാണ് എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മൈൻഡിൽ വെക്കേണ്ടത്. അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് മാത്രം ഈ എമറാൾഡിനെയും സഫയറിനെയും കാണാവുള്ളൂ. നമ്മൾ ഫസ്റ്റ് റീച്ച് ആവേണ്ട ലാൻഡിംഗ് പ്ലേസ് ഡയമണ്ട് ആണ്. അവിടെ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത പടിയിലേക്ക് കയറാൻ പറ്റും. അടുത്ത സ്റ്റെപ്പാണ് 1 സ്റ്റാർ ഡയറക്ടർ. ഇന്ത്യയിൽ ഇന്ന് ഒരു 1 സ്റ്റാർ ഡയറക്ടറെ ഉള്ളൂ. ബിക്കോസ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാർഡ്ലി 14 months ആയിട്ടുള്ളൂ. 2020 ജൂലൈയിലാണ് JP സാർ, അനീസ് സാർ കൃത്യമായി പറഞ്ഞിരുന്നു. 14 മാസമായ കമ്പനിയിൽ നമുക്ക് ഏകദേശം 6 മാസം, ലാസ്റ്റ് 6 months ആണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കാലാവസ്ഥയും പാൻഡമിക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒത്തുകിട്ടിയത്. 6 മാസം തന്നെ വളരെ ടഫായിട്ടാണ് നമ്മൾ കർണാടകത്തിലും കേരളത്തിലൊക്കെ സ്ഥിതി ഇപ്പോഴും നോർമൽ അല്ല. എന്നിട്ട് പോലും ഇത്ര അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി 5 ഡയമണ്ട്സ് ഉണ്ടെന്ന് ഒരു 1 സ്റ്റാർ ഡയറക്ടറും കമ്പനി എത്തിണ്ട്. 1 സ്റ്റാർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഈ 1% കണ്ടിട്ട് ഒപ്പം 70,000 രൂപ എല്ലാ വർഷവും. ഈ 1 സ്റ്റാർ ഡയറക്ടർ ആവാൻ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും ഓരോ ഡയമണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ താഴെയുള്ള ഒരു ഡയമണ്ട് ആക്കുക, നിങ്ങൾ 1 സ്റ്റാർ ഡയറക്ടർ ആവും. നിങ്ങളുടെ താഴെ 3 പേരെ നിങ്ങൾ 1 സ്റ്റാർ ഡയറക്ടർ ആക്കുക, അപ്പൊ നിങ്ങൾ 3 സ്റ്റാർ ഡയറക്ടർ ആവും. നിങ്ങൾക്ക് കമ്പനി ഒരു 7 ലക്ഷം കൂടെ എക്സ്ട്രാ തരും എല്ലാ വർഷവും. അതോടെ കൂടി ബ്യൂട്ടി അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് വൺസ് നിങ്ങൾ അച്ചീവ് ആയി കഴിഞ്ഞാൽ എവറി ഇയർ തരും കമ്പനി. സോ നിങ്ങളുടെ താഴെ ഇനി ഒരു 2 പുതിയ 1 സ്റ്റാർ ഡയറക്ടറോട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അതിനുവേണ്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് കമ്പനി തരും 17.5 ലക്ഷം എവറി ഇയർ എല്ലാ വർഷവും. നിങ്ങളുടെ താഴെ എഗൈൻ 2 1 സ്റ്റാർ ഡയറക്ടറോട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി തരും 35 ലക്ഷം കൂടെ എക്സ്ട്രാ. അതായത് 35 ലക്ഷം, 17 ലക്ഷം, 7 ലക്ഷം, 70,000 ഇത്രയും കൂട്ടിയാൽ മാത്രം അത് 60,20,000 രൂപ എല്ലാ വർഷവും നിങ്ങൾക്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് മാത്രം കമ്പനി തരും. കാരണം ഈ കമ്പനിയുടെ സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഏത് കോഴ്സ് പഠിച്ചാൽ ഇയർലി 60,20,000 പാക്കേജിൽ നമുക്കൊരു എൻട്രി എവിടെയും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇന്നുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷവും ഇൻക്രിമെന്റ് ആണ് വരാറ്, സാലറി കൂട്ടിക്കൊടുക്കുകയാണ് പതിവ്. ഇപ്പം അത് നേരെ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമുണ്ട് ജോലി ചെയ്യില്ലേ പോകുന്നുള്ള സ്ഥിതിയാണ്. അപ്പം ജസ്റ്റ് പ്ലാൻ ചെയ്യാം, ഒരു 3 years, മേ ബി 3 years, മാക്സിമം 3 years നിങ്ങളുടെ എഫേർട്ട്. നിങ്ങളെ പോലെ കപ്പാസിറ്റി ആൾക്കാർക്ക് 3 years ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു നൈസ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആഫ്റ്റർ 3 years യു വിൽ ബി ദ പേഴ്സൺ, യു വിൽ ബി ദ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയാം. കാരണം 60,20,000 രൂപ എവറി മന്ത് നിങ്ങളുടെ പാക്കേജ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് 1% കൺട്രി ഡിവിഡൻഡ്, നിങ്ങളുടെ സ്പോൺസർ കമ്മീഷൻ, നിങ്ങളുടെ ബാങ്കിന്റെ സ്പോൺസർ കമ്മീഷൻ ലൈഫ് ടൈം ആണ്. നിങ്ങളൊരു വ്യക്തിയെ ഈ സിസ്റ്റത്തിലേക്ക് സ്പോൺസർ ചെയ്യുമ്പോൾ മാത്രമുള്ള കമ്മീഷൻ അല്ല, ആ വ്യക്തി എപ്പോൾ പല്ല് വെച്ചാലും എപ്പോൾ കുളിച്ചാലും എപ്പം സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു ബ്യൂട്ടി. സോ നെക്സ്റ്റ് ഫീനിക്സ് അംബാസിഡർ, ലാസ്റ്റ് പൊസിഷൻ. ഫീനിക്സ് അംബാസിഡർ ആവാൻ നിങ്ങൾക്ക് ആവശ്യം 7 സ്റ്റാർ ഡയറക്ടേഴ്സ് 2 പേരാണ്, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും. സോ ഇതൊരു മോസ്റ്റ് പ്രീഷ്യസ് പൊസിഷൻ ആണ്. സോ മേ ബി ഒരു 2 or 3 yearsൽ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഈ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും ഈ പൊസിഷനിൽ വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു കമ്പനിയിൽ ചേർന്ന് സക്സസ് ആവുന്ന ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. ഈ നമ്മുടെ കമ്പനി വളരെ വലിയ വിഷനോട് കൂടി വളരെ വലിയ പ്ലാറ്റ്ഫോമാണിത്. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ജസ്റ്റ് ബോൺ ബേബിയാണ്. സോ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അതിന്റെ കൂടെ ഉണ്ട്. ഡെഫിനറ്റ്ലി കമ്പനിയുടെ വളർച്ചയൊപ്പം നിന്നു കൊടുത്താൽ നമ്മളും വളർന്ന് ഒരു സക്സസ് റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. സോ ഈ സിസ്റ്റത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡൗട്ടിന് വേണ്ടിയിട്ട് ടൈം തരുന്നതായിരിക്കും. ഈ സിസ്റ്റം ഈസി ആയിട്ട് വിൻ ചെയ്യാൻ, ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് കമ്പനി ഒരു സ്ട്രാറ്റജി നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആദ്യം നിങ്ങൾ പ്ലാറ്റിനം ആവുക. പ്ലാറ്റിനം ആയതിനു ശേഷം ഈച്ച് വൺ ബ്രിങ് ടു, ഈച്ച് വൺ ടീച്ച് ടു എന്ന ഒരു ഫോർമുല യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു മാസം സമയം എടുക്കുക, 2 പേരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ആ 1 മാസം കൊണ്ട് അവരെ നന്നായിട്ട് ഇതിനെപ്പറ്റി പഠിപ്പിക്കുക. വെറും ബ്രോൺസ് കാർഡിൽ കൊണ്ടുവരിക. അവരെ കൊണ്ട് 70,000 പ്ലാറ്റിനമോ അല്ല ഗോൾഡ് ഒന്നും എടുപ്പിക്കണ്ട. ജസ്റ്റ് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാനിറ്ററി നാപ്കിൻ, സോപ്പ്, ഷാമ്പു, ജസ്റ്റ് അവരോട് പറയാം ചേഞ്ച് യുവർ സോപ്പ്, ചേഞ്ച് യുവർ ബ്രാൻഡ്.
സോ നിങ്ങൾക്ക് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ചിലപ്പോൾ അഥവാ ബിരിയാണി വിളമ്പേറെ നിൽക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാലേ വരുള്ളൂ. കാരണം അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ അവരെ പറ്റിക്കാൻ. കാരണം ഒരുപാട് കോൺസെപ്റ്റുകൾ ഇന്ന് നേരം വെളുത്തി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 1500 കോൺസെപ്റ്റ് നമ്മുടെ വാട്സപ്പിലൂടെ വന്നു പോകുന്ന കാലഘട്ടം. അപ്പൊ നമ്മളൊരു 1500 രൂപ 1600 ഒരു പാക്കേജ് എടുക്കാന്ന് പറയുമ്പോൾ ഈ 1600 പോയി എന്നാണ് വിചാരിക്കുക ആദ്യം. അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. നിങ്ങളുടെ ആത്മാർ സുഹൃത്തുക്കൾ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവരാണെങ്കിൽ ആ 1600 നമ്മുടെ പ്രോഡക്റ്റ് അവർ വീട്ടിലെത്തിച്ചാൽ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ തേടി വരും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, കാരണം ബൈ ഫോഴ്സ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ആദ്യം നമ്മുടെ കൂട്ടുകാരെടുത്ത്. ഇന്ന് എന്റെ പല സുഹൃത്തുക്കളെടുത്ത് നമ്മൾ ഈ ബിസിനസ് എത്തിച്ചില്ല. കാരണം അവർ വിചാരിക്കും നമ്മൾ സാധാരണ ഒരു കോൺസെപ്റ്റ് പറയുന്ന പോലെ ഇതിന്റെ ഒരു മഹത്വം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, അവർ നമ്മുടെ സക്സസ് കാണുമ്പോൾ അവർ വരും, തീർച്ചയായിട്ടും വരും, അത് നമുക്ക് ഉറപ്പുണ്ട്. സോ ഈ 1600 നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവരാൻ അവരെ വ്യക്തമായിട്ട് പ്രോഡക്റ്റ് യൂസ് കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ 1 മാസം സമയം എടുത്ത് അവരെ പഠിപ്പിക്കുക. എന്തിന്? വീണ്ടും ഈ 2 പേരെ കൊണ്ടുവരാൻ അവരെ പഠിപ്പിക്കുക. അങ്ങനെ ഈ 2, 4, 8, 16, 32 ഈ മൾട്ടിപ്ലിക്കേഷൻ 12 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിന് 1 മാസം വെച്ചെടുക്കുകയാണെങ്കിൽ 1 വർഷമാവും. ഒരാഴ്ച വെച്ചെടുക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 2 ആഴ്ച വെച്ചെടുക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാത്രം പ്ലാറ്റിനം കാർഡ്, ബാക്കി എല്ലാവരും 5600 വരുന്നു. പക്ഷേ നിങ്ങളുടെ ഇൻകം അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻകം 36 ലക്ഷം രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി ഫസ്റ്റ് ഇയർ ഇൻകം. നിങ്ങൾ എലൈറ്റ് ബോണസ് 5,60,000 കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എമറാൾഡ്, സഫയർ, ഡയമണ്ട്, 1 സ്റ്റാർ ഡയറക്ടർ, 3 സ്റ്റാർ ഡയറക്ടർ എന്ന പോസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും. കൺട്രി ടേൺ ഓവർ 70,000 ലഭിക്കുന്നുണ്ടാവും. ഈ കാർ അവാർഡ് 7 ലക്ഷവും ലഭിക്കുന്നുണ്ടാവും. സോ ഈ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വർക്ക് ചെയ്താൽ 100% നിങ്ങൾക്ക് 12th ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 12 ലെവലിൽ നിങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്ത് നിങ്ങൾ ഫെയിലർ ആവും. നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ലെവലിൽ മാത്രം. നിങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് ലെവലിലൊക്കെ ചെയ്യിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ സക്സസ് കിട്ടുക. ഡയറക്ട് സെല്ലിംഗ് ഇസ് നത്തിങ് ബട്ട് ഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക് ഡ്യൂപ്ലിക്കേറ്റ് ആവും. ആ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ സക്സസ് ആകത്തില്ല. അതാണ് ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഈ വരുന്ന ഓരോ വ്യക്തികളും ഈ പ്ലാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരും 5,600 പാക്കേജ് നമ്മൾ പറയാതെ തന്നെ അവർ 70,000 പാക്കേജ് ആക്കി മാറ്റും. അപ്പോൾ നിങ്ങളുടെ ഇൻകം ഇവിടെ 36 ലക്ഷം എന്നുള്ളത് 5 കോടി ക്രോസ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇത് വളരെ കൃത്യമായ കണക്കാണ്. അതായത് നിങ്ങൾക്ക് വരുന്ന പാക്കേജിന്റെ 5,600 രൂപ, 5,600 2 പാക്കേജ് വന്നാൽ എത്ര PV കിട്ടും, അത്രയും PVക്ക് എത്ര കമ്മീഷൻ കിട്ടും, വ്യക്തമായ കണക്കാണ്. ഇത് അല്ലാണ്ട് ഒരു ഇത്ര വന്നാൽ ഇത്ര അങ്ങനെയുള്ള ഒരു ഇതല്ല. അത്രയും വന്നു കഴിഞ്ഞാൽ അത്ര തന്നെ കിട്ടും, അത്രയേ കിട്ടുള്ളൂ. സോ അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇപ്പം റിയാസ് സാർ നമ്മുടെ ഡിവൈസിനെ കാണിച്ചു. നമ്മുടെ ഡിവൈസിന്റെ കോസ്റ്റ് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. നമ്മുടെ സാനിറ്ററി നാപ്കിൻ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ആ സാനിറ്ററി നാപ്കിന്റെ കോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. നമ്മുടെ ഡേ യൂസ് അല്ലെങ്കിൽ നൈറ്റ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാനിറ്ററി നാപ്കിന്റെ കോസ്റ്റ് 260 രൂപയാണ് MRP. 260 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 മാസം യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ക്യാൻസർ മാറിക്കും. കമ്പനി എല്ലാ സാനിറ്ററി നാപ്കിന്റെ കൂടെ ഒരു വെജന ടെസ്റ്റ് കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അനിയത്തിമാർക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അവർക്ക് തന്നെ ചെക്ക് ചെയ്യാം. അവരുടെ ബോഡിയുടെ pH ലെവൽ, അവരുടെ ഗൈനിക് കണ്ടീഷൻ. ഇന്ന് ഗൈനിക് ഇൻഫെക്ഷൻസ് ഉണ്ടായ പെൺകുട്ടികൾ പുറത്തു പറയാൻ മടിക്കും നാണം കൊണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അമ്മയോട് പറയില്ല, പെങ്ങളോട് പറയില്ല, ഭർത്താവിനോട് പറയില്ല. അവരിങ്ങനെ മറച്ചു വെച്ച് ലാസ്റ്റ് വലിയ സീനായി കഴിയുമ്പോൾ വലിയ എല്ലാവരും അറിയും. പക്ഷെ ഇവിടെ കമ്പനി ഒരു വെജന ടെസ്റ്റ് കിറ്റ് തരുന്നുണ്ട്. ആ ടെസ്റ്റ് കിറ്റുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സാനിറ്ററി നാപ്കിന്റെ കോസ്റ്റ് 260 രൂപയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ KYC കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 217 രൂപ കിട്ടും. നിങ്ങൾ 5,600 ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 217 2 കിട്ടും. സോ കമ്പയർ ടു മാർക്കറ്റ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റിനെക്കാട്ടിലും ഡാം ചീപ്പാണ്. 109 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 മാസം യൂസ് ചെയ്യാം. മറ്റേ നിങ്ങൾ മിനിമം 160 രൂപ ഒരു മാസത്തേക്ക് മുടക്കേണ്ടി വരും. 1 മാസത്തേക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഉപയോഗിക്കുകയാണെങ്കിൽ. അല്ല, ക്വാളിറ്റി എന്ന് പറയാൻ അത്യാവശ്യം വില കൂടിയത് ഉപയോഗിക്കുകയാണെങ്കിൽ. വില കൂടുമ്പോഴാണല്ലോ നമ്മൾ ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഡിവൈസിന്റെ കോസ്റ്റ് 46,200 രൂപയാണ്. അതൊരു വിലയ അല്ല. മെഷീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 35,000 രൂപയാണ്. 35,000 രൂപയ്ക്ക് നമുക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഗോൾഡ് കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ ഗോൾഡ് കാർഡിന്റെ ഒരു പ്രൊമോഷൻ നടത്തുന്നത്, നിങ്ങൾ ഗോൾഡായി 2 ഗോൾഡിന് പ്രൊമോഷൻ ചെയ്താൽ നിങ്ങൾ പ്ലാറ്റിനം ആവുമല്ലോ. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി അവിടെ 5,600 ചെയ്യാണ്ട് 35,000 നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 10ാമത്തെ ലെവൽ വരെ ചെയ്താൽ മതി.
10 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻകം 60 ലക്ഷം രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി. മിനിമം 60 ലക്ഷം രൂപയായിരിക്കും. നിങ്ങൾ 3 സ്റ്റാർ കഴിഞ്ഞ് 5 സ്റ്റാർ ഡയറക്ടർ എത്തിണ്ടാവും. ഈ ജസ്റ്റ് 2 പൊസിഷനുകൾ ഈ കമ്പനിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 7 സ്റ്റാർ ആൻഡ് PG മെമ്പർഷിപ്പ്. ജസ്റ്റ് ഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ ഗോൾഡ് ആവുക, 2 ഗോൾഡ് കൊണ്ട് അവരെ കൊണ്ട് അതേ ചെയ്തിട്ട് പോവാം. സോ 10 ലെവൽ എത്തിക്കഴിഞ്ഞാൽ യു ആർ ഡൺ. വളരെ സെക്യൂർ ആയിട്ടൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു. ഇത് ഫോഹോയുടെ ഫ്രാഞ്ചൈസിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഫ്രാഞ്ചൈസി 2 ടൈപ്പ് ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ബേസിൽ സൂപ്പർ ഫ്രാഞ്ചൈസീസ്, താലൂക്ക് ബേസിൽ നാച്ചുറൽ ഫ്രാഞ്ചൈസി, അതായത് സ്റ്റോക്ക് പോയിന്റുകൾ. സോ അതിന്റെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ബന്ധപ്പെടാം.